മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹത്തെ കാണുന്നത് എങ്ങനെയാണ്? ഇദാ അതാകും മൻ തറലൗന ദീനഹു അമാനത, നല്ല വിശ്വസ്തനായ മതബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ വിവാഹം അന്വേഷിച്ചു വന്നാൽ അവനാണ് നിങ്ങൾ മക്കളെ കല്യാണം ചെയ്തു കൊടുക്കേണ്ടത്. അത്തരത്തിലുള്ള ചെറുപ്പക്കാർക്കാണ് നിങ്ങൾ പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുക്കേണ്ടത്. എന്തുകൊണ്ട് ഇല്ല തഫ്അലൂഹു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. നല്ല സ്വഭാവമുള്ള നല്ല വിശ്വസ്തരായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാർക്കല്ല നിങ്ങൾ മക്കളെ കല്യാണം ചെയ്തു കൊടുക്കുന്നത് എങ്കിൽ കല്യാണത്തോടു കൂടെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും നാശങ്ങൾ കയറി വരും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് ഒന്ന് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ. എങ്ങനെയില്ലെങ്കിൽ നല്ല മതബോധമുള്ള അല്ലാഹുവിനെ ഭയപ്പെടുന്ന വിശ്വസ്തനായ ചെറുപ്പക്കാരനല്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെ കല്യാണം ചെയ്തു കൊടുക്കുന്നത് എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത് തകുൻ ഫിൽ അർളി ഫിത്നത്തുൻ വഫസാദുൻ അലീം, ഭൂമിയിൽ വ്യാപകമായ നാശങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിയുടെ മറ്റൊരു അധ്യാപനം ഇങ്ങനെയാണ്, യാ മഅ്ശറ ശബാബ്, ഒരു ചെറുപ്പക്കാരെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങളിൽ നിന്നാർക്കാണോ വിവാഹത്തിന്റെ ചെലവേറ്റെടുക്കാൻ കഴിയുക ഫയതസവ്വജ, അവർ വിവാഹം ചെയ്യട്ടെ. ഫഇന്നഹു അഗല്ലു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്. ഇന്നലെ നമ്മൾ പറഞ്ഞ വിഷയം, ലോകത്തെല്ലാ ഒളിച്ചോട്ടങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ലോകത്തെല്ലാ ഒളിച്ചോട്ടങ്ങളുടെ തുടക്കം ഏതാണെന്നറിയാമോ? ഒന്നുകിൽ സംസാരമാണ്, അല്ലെങ്കിൽ കാണലാണ്. അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത് ഒന്നുകിൽ കാണലാണ്, അല്ലെങ്കിൽ സംസാരിക്കലാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് അതാണ് പിന്നെ ശാരീരികമായ ബന്ധത്തിലേക്ക് താല്പര്യമുണ്ടാക്കുന്നത്. വാപ്പ അനുവദിക്കുന്നില്ല, ഉമ്മ അനുവദിക്കുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ ഒളിച്ചോട്ടങ്ങളായി, അവരെ കാണാതെ ഒളിച്ചോടുകയായി. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് പ്രായമായ ആണാകട്ടെ പെണ്ണാകട്ടെ വേഗം കല്യാണം ചെയ്തു കൊടുക്കണേ, വേഗം വിവാഹം ചെയ്തു കൊടുക്കണേ. അത് മനുഷ്യരെ അവരുടെ കണ്ണിനെ തെറ്റായ നോട്ടങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താനും ഗുഹ്യഭാഗങ്ങളെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനും അത് സഹായിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഏറ്റവും വലിയ അധർമ്മങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ധർമ്മമായിട്ടാണ് അല്ലാഹു വിവാഹത്തെ കാണുന്നത്. അധർമ്മങ്ങളിലും ഏറ്റവും വലിയ അധർമ്മങ്ങളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല രക്ഷാ കവചമായി ധർമ്മമായാണ് അല്ലാഹുവിന്റെ ഹബീബ് വിവാഹത്തെ പഠിപ്പിച്ചത്. ഞാൻ ഇത്രയും പറഞ്ഞതെന്തിനാണെന്ന് ചോദിച്ചാൽ കേവല ആചാരമോ ചടങ്ങോ ആണ് എന്ന് മനസ്സിലാക്കരുത്. ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹം ആരാധനയാണ്, ഇബാദത്താണ്. എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ നിങ്ങൾ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു പറയാ, 3 പേരെ കടന്നു വരുന്നു അങ്ങോട്ട് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക്. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ് 3 സ്വഹാബികൾ കയറി വരുന്നത്. എന്തിനാണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ, റസൂലുള്ളാഹിന്റെ ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 3 സ്വഹാബികളും റസൂലുള്ളാഹിന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാരോട് ചോദിക്കുകയാണ് അവർ, റസൂലുള്ളാഹിന്റെ ഇബാദത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാ. ഫലമ്മാ ഉഖ്ബിറാ, അവർക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ കഅന്നഹും തഖാല്ലുഹാ, അവരത് വളരെ കുറച്ചയായി കണ്ട പോലെ. എന്നിട്ട്
എന്നിട്ടവർ പറഞ്ഞു ഞങ്ങൾ എവിടെ കിടക്കുന്നു? റസൂലുള്ള എവിടെ കിടക്കുന്നു? അള്ളാന്റെ ഹബീബിന് അത്ര കുറച്ച് ഇബാദത്ത് മതി, കാരണം തെറ്റുകളൊന്നും ചെയ്യുന്നില്ലല്ലോ, അള്ളാഹു സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞ ഹബീബല്ലേ. അതുകൊണ്ട് റസൂലുള്ള കുറച്ച് ഇബാദത്ത് ചെയ്താൽ മതി, ഞങ്ങൾ അങ്ങനെ ചെയ്താൽ മതിയാവുകയില്ലല്ലോ. എന്നിട്ടവർ പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു കഴിഞ്ഞു പോയ ദോഷവും വരാനിരിക്കുന്ന ദോഷവും ഒക്കെ അല്ലാഹു പുറത്തു കൊടുത്തതല്ലേ, നമ്മൾ അങ്ങനെയില്ലല്ലോ. അപ്പൊ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നമ്മൾ അത്ര ചെയ്താൽ പോരാ, നമ്മൾ ഏറെ അമൽ ചെയ്യണമെന്നാലേ രക്ഷപ്പെടാൻ കഴിയൂ. ആരാഹിതും അവരിൽ ഒരാൾ പറഞ്ഞു, അമ്മ ഇനിയുള്ള ഒരു രാത്രിയും ഉറങ്ങൂല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ രാത്രികളിലും നിരന്തരമായി നിസ്കരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനിയുള്ള ഒരു രാത്രിയും ഞാൻ ഉറങ്ങുകയില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരാൾ പറഞ്ഞത്, എല്ലാ ദിവസവും അല്ലാഹു നോമ്പ് ഹറാമാക്കിയ ഏതാനും ചില ദിവസങ്ങളല്ലാതെ എല്ലാ ദിവസങ്ങളിലും നോമ്പെടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ വേറെ ഒരാൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നില്ല, നമ്മുടെ എല്ലാ ചിന്തയിൽ നിന്നും തെറ്റിച്ചു കളയുന്നത് വിവാഹം കഴിക്കുമ്പോഴാണല്ലോ. വിവാഹം കഴിക്കുമ്പോഴാണ് നമുക്ക് നിസ്കരിക്കാൻ സമയം കിട്ടാതെ വരുന്നത്. ഭാര്യയെ പോറ്റാൻ, മക്കളെ പോറ്റാൻ, കഠിനാധ്വാനം ചെയ്യാൻ പോകുമ്പോഴാണല്ലോ നിസ്കാരം സമയത്ത് നിർവഹിക്കാൻ കഴിയാതെ പോകുന്നത്. മാത്രമല്ല ഭൗതികമായ ചുറ്റുപാടുകളിൽ നമ്മൾ മുഴുകേണ്ടി വരുന്നത്. ഞാൻ വിവാഹം കഴിക്കുന്നില്ല, അപ്പൊ പിന്നെ എന്റെ എല്ലാ സമയവും എന്റെ റബ്ബിന് തന്നെ മാറ്റിവെക്കാനോ എന്ന് മൂന്നാമനായ സ്വഹാബി പറയുകയാണ്. ഇതിങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് അവരുടെ സ്ഥലത്തേക്ക് വരുന്നത്. എന്നിട്ട് ഈ മൂന്ന് സ്വഹാബികളോടും ചോദിക്കാൻ, ചെറുപ്പക്കാരെ, വിവാഹത്തിന്റെ വേദികൾ കൂത്തുകൾ കൊണ്ട് നടക്കുന്നവരെ കേൾക്കണേ നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് ഇത് പറഞ്ഞ മൂന്ന് സ്വഹാബികൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരോട് പറയുകയാണ്, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞവരാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അതേ നബി. അല്ലാഹുവിന്റെ ഹബീബ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അമാ വല്ലാഹി ഇന്നീ ലഅഖ്ശാകും ലില്ലാഹ്. അമാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, ഇന്നീ ലഅഖ്ശാകും ലില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആള് ഞാനാണ്. വതഖാകും ലില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളും ഞാനാണ്. ലാകിന്നി അസ്സൂമ, ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട്. വഅഫ്തിറു, സുന്നത്തായ നോമ്പുകൾ ഞാൻ, നിർബന്ധമായ നോമ്പ് ഞാൻ പൂർണ്ണമായും അനുഷ്ഠിക്കുന്നുണ്ട്. സുന്നത്തായത് ഞാൻ അനുഷ്ഠിക്കുകയും മുറിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വഉസല്ലി, അന്ന് നിർബന്ധമാക്കിയ എല്ലാ നിസ്കാരവും ഞാൻ നിർവഹിക്കുന്നുണ്ട്. ശ്രേഷ്ഠമാക്കിയത് ഞാൻ നിസ്കരിക്കുന്നുണ്ട്. അർപ്പതവും ഞാൻ ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. വഅതസവ്വജു നിസാ, ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ, അതുകൊണ്ട് എന്റെ മാർഗമല്ലാത്തതിനാരാണോ മാർഗമായി സ്വീകരിക്കുന്നത്, ഞാൻ വിവാഹം ചെയ്യുന്നില്ല എന്ന് ആരാണോ പറഞ്ഞത്, ഫലൈസ മിന്നീ, അയാൾ എന്നിൽപ്പെട്ട ആളല്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത് വിവാഹമല്ലേ ഇസ്ലാം കാണുന്നത് ഏറ്റവും ബഹുമാനമുള്ള ഇബാദത്തായിട്ടാണ് നിക്കാഹിനെ കാണുന്നത്. ഞാൻ എന്തിനാദ്യത്തോളം പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു എങ്ങനെയാണ് വിവാഹത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അല്ലാഹുവിന്റെ ഹബീബ് എങ്ങനെയാണ് വിവാഹത്തെ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പവിത്രമായ ഒരു ആരാധനാ കർമ്മമായിട്ടാണ് നിക്കാഹിനെ അല്ലാഹു കാണുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പവിത്രമായ
സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന ഈ ഇബാദത്തിനെ അതിന്റെ പവിത്രതയിൽ നിലനിർത്തുക എന്നത് അല്ലാഹുവിന്റെ അടിമകളായ റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളായ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ എന്ന അഭിമാനം കൊള്ളുന്ന നമ്മുടെ ധർമ്മമാണ് എന്റെ സഹോദരങ്ങളെ. മുസ്ലിം എന്ന് പറയുന്ന നമ്മുടെ ധർമ്മമാണ്. അല്ലാഹു മനുഷ്യ പരമ്പരയെ നിലനിർത്തുന്നത് വിവാഹത്തിലൂടെയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മനുഷ്യകുലത്തെ നിലനിർത്തുന്നത് വിവാഹത്തിലൂടെയാണ്. ആ വിവാഹം പവിത്രമല്ല എങ്കിൽ പിന്നെ ആ വിവാഹത്തിലൂടെ ജനിക്കുന്ന പരമ്പരകളും പവിത്രമല്ലാതെ പോകുമല്ലോ. അതുകൊണ്ട് ആ ബന്ധം പവിത്രമായി നിലനിർത്തണം. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാം പവിത്രമായി നിലനിർത്തണം എന്നത് അല്ലാഹുവിന്റെ താല്പര്യമാണ് എന്റെ പ്രിയമുള്ള സഹോദര. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അല്ലാഹു ഏത് ലക്ഷ്യമാണോ നിക്കാഹിലൂടെ പഠിപ്പിച്ചത് ആ ലക്ഷ്യസാക്ഷാത്കാരത്തിനെ ഞാൻ നിക്കാഹ് ചെയ്യുന്നു എന്ന നിയ്യത്തോടെ ഒരാൾ വിവാഹം ചെയ്താൽ അല്ലാഹു അയാൾക്ക് മഹത്തരമായ പ്രതിഫലം നൽകുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബാണല്ലോ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ ചടങ്ങിനോട് അനുബന്ധമായി നടക്കുന്നതെല്ലാം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വിധേയമാവേണ്ടതാണ്. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വിധേയമായതല്ലാത്ത ഒന്നും ഈ ചടങ്ങിനോട് അനുബന്ധിച്ച് നടക്കാൻ പാടില്ല. എന്നാൽ ഇന്നത്തെ വിവാഹങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ വിവാഹവേദികൾ പെണ്ണുകാണൽ ചടങ്ങ് മുതൽ സൽക്കാരങ്ങൾ വരെയുള്ള നീണ്ടു കിടക്കുന്ന ചടങ്ങുകളുടെ ഉലാമാലകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് അധർമ്മങ്ങളാണ്, അതിക്രമങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും ചെയ്യരുത് എന്ന ഗൗരവത്തോടെ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം വളരെ വ്യാപകമായി നടക്കുന്ന ചടങ്ങുകളായി നമ്മുടെ വിവാഹ വേദികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണ രാജ്യങ്ങളിലെ കാണാപുരങ്ങൾ എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ചിലർക്കെങ്കിലും തോന്നും അതൊക്കെ ഒരു ഹരമല്ലേ, അതൊക്കെ ഒരു അടിച്ചുപൊളിയുടെ ഭാഗമല്ലേ, അതൊക്കെ അപ്പം അങ്ങനെ പറയാനുണ്ടോ? കല്യാണത്തിന് ഒരു ചിരിപ്പിക്കാനും സന്തോഷത്തിനും ചെയ്യുന്നതല്ലേ. എന്നാൽ കേൾക്കണേ, സന്തോഷത്തിന് ഇസ്ലാം എതിരല്ല, സന്തോഷത്തിന് ഇസ്ലാം എതിരല്ല. എന്നാൽ വേറെ ഒരാളുടെ നെഞ്ചിൽ കുത്തിയാവരുതെന്ന സന്തോഷം, വേറൊരാളുടെ അഭിമാനം കവർന്നാവരുതെന്ന സന്തോഷം, അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ തിന്മകൾ ചെയ്തിട്ടാവരുതെന്ന സന്തോഷം, ആ സന്തോഷത്തിന് സന്തോഷം എന്ന് ഇസ്ലാം പറയില്ല. വേറൊരാളുടെ നെഞ്ചിൽ കുത്തിയിട്ട് നീ സന്തോഷിക്കുന്നതിന് അല്ലാഹുവിന്റെ ദീൻ നൽകിയ പേരാണ് അക്രമം എന്നാണ് അല്ലാഹുവിന് നൽകിയിരിക്കുന്ന പേര്. അതിന്റെ പേരാണ് റാഗിംഗ്, അതിന്റെ പേരാണ് റാഗിംഗ്. കല്യാണം, വിവാഹം, പെണ്ണ് കാണൽ ചടങ്ങ് മുതൽ പരിശോധിച്ചാൽ ഓരോന്ന് പറയണം നമ്മൾ. എന്നിട്ട് ചിന്തിക്കണം, അത് ധർമ്മമാണോ അധർമ്മമാണോ എന്ന്. അധർമ്മമാണോ കുഴിച്ചുകൂടാൻ ചുമതലയുള്ളവരാണ് നമ്മൾ. ഏറ്റവും ചുരുങ്ങിയത് ഞാനും പറയാം, ഈ സദസ്സിൽ വന്നിരിക്കുന്ന നമ്മളെങ്കിലും തീരുമാനിക്കണം, അല്ലാഹു പവിത്രമായി പഠിപ്പിച്ച ഇബാദത്തിനെ നാശമാക്കാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അനുവദിക്കില്ല എന്ന് ഈ ഇരുന്ന നമ്മളെങ്കിലും തീരുമാനിക്കണം. എങ്കിലേ ഈ വിഷയം കൊണ്ട് കാര്യമുള്ളൂ, എങ്കിലേ നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നതിന് ഫലമുള്ളൂ. അതല്ലാതെ 8 ദിവസത്തിൽ ഏതെങ്കിലും ഒരു വിഷയം പറയണം എന്ന രീതിയിൽ തെരഞ്ഞെടുത്തതല്ല. നിങ്ങൾ ഒന്നാമത്തെ ചടങ്ങേതാണ്, ഒരാൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആദ്യമായി പെണ്ണു കാണുക എന്ന ചടങ്ങാണല്ലോ നടക്കാറുള്ളത്. പെണ്ണുകാണൽ ചടങ്ങ് പലപ്പോഴും ഇന്ന് നമ്മൾ കാലം മാറി, നമ്മുടെ എല്ലാം അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന കാലമായി. എല്ലാം നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന കാലം, മാർക്കറ്റിൽ പോയി വാങ്ങുന്ന കാലമായപ്പോ പെണ്ണുകാണൽ ചടങ്ങും അല്ലാഹുവിന് ഏറ്റവും ബോധമുള്ള അങ്ങാടികളിലേക്ക് മാറ്റി നമ്മൾ. അല്ലാഹുവിന് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാണ് അങ്ങാടികൾ. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാണ് അങ്ങാടികൾ. നമ്മൾ പെണ്ണുകാണൽ ചടങ്ങ് കടകളിലാക്കി, മാർക്കറ്റുകളിലാക്കി, അതേപോലെ ഷോപ്പിംഗ് മാളുകളിലാക്കി. മനുഷ്യകുലത്തിലെ ആദ്യ മനുഷ്യനല്ല അബുൽ ബശർ ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാം തന്റെ ഇണയായ ഹവ്വാ ബീവിയെ കണ്ടത് എവിടെന്ന്? മാർക്കറ്റിൽ നിന്നല്ല, ഫിൽ ജന്ന.
അല്ലാഹുവിന്റെ സുഖലോകമായ പടച്ചറബിന്റെ സൗകര്യങ്ങളുടെ വീടായ തൃപ്തിയുടെ വീടായ സ്വർഗത്തിലാണ് ആദം അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകാൻ പോകുന്ന ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ ആദ്യം കണ്ടത്. പെണ്ണു കാണേണ്ടത് വീട്ടിൽ നിന്ന്, അതും മാർക്കറ്റിലല്ല, അങ്ങാടിയിലല്ല, പിശാചിന്റെ വിഹാര കേന്ദ്രമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച അങ്ങാടികളിൽ കൊണ്ടുപോയില്ല തന്റെ പ്രിയപ്പെട്ട മോളെ കാണിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? വാപ്പാ നിങ്ങൾ ചിന്തിക്കണം, വാപ്പാ നിങ്ങൾ ആലോചിക്കണം. ഉസ്താദേ അപ്പോനെ പറ്റിയിട്ടില്ലെങ്കിലോ പിന്നെ നാട്ടുകാരൊക്കെ അറിയൂലേ? അതിനാദ്യം തന്നെ ചെറുപ്പക്കാരനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയില്ല ചെയ്യേണ്ടത്. ആദ്യം ഇവന്റെ കുടുംബക്കാർ വരണം, ഉമ്മമാർ വരണം, പെങ്ങന്മാർ വരണം. എന്നിട്ട് അവർക്കൊക്കെ കണ്ടാൽ മനസ്സിലാകും ഇത് ഞങ്ങളുടെ ആങ്ങളൊക്കെ ഏകദേശം ഒട്ട് സെറ്റാകാൻ പറ്റാവുന്നതാണ്, എന്റെ പൊന്നുമോന് പറ്റാവുന്നതാണ് എന്ന് തോന്നിയാൽ പിന്നെയാണ് അവൻ കാണാൻ വരേണ്ടത്. നമ്മൾ അതിനുള്ള ക്രമം മാറ്റിയിട്ട് നമ്മൾ ഈ ചടങ്ങ്, പവിത്രമായ ചടങ്ങിനെ അങ്ങാടിയെ കൊണ്ടുപോയാക്കിയത് ഏറ്റവും മോശമായി പോയി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കാണുന്നത് എവിടെയാണ്? മഹാനായ നബിയുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വെച്ചാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഒന്നാമത്തെ അധർമ്മം നമ്മൾ വലിച്ചെറിയണം. അങ്ങാടി വെച്ചു തന്നെയാകട്ടെ, അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകുന്ന സ്ഥലങ്ങളിൽ വെച്ച് തന്നെയാകട്ടെ. കാരണം പടച്ച റഹ്മത്തിന്റെ റഹ്മത്തുണ്ടായെങ്കിലില്ലാതെ ഈ ബന്ധം സുഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ ചടങ്ങ് തന്നെ അനർത്ഥങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്താനാണ്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട്, പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെണ്ണിന് നമ്മൾ സമ്മാനം കൊടുക്കുന്നൊരു സംവിധാനമുണ്ട്. അങ്ങനൊരു ആചാരം നമ്മുടെ നാടുകളിൽ നടക്കാറുണ്ട്. കണ്ടതിന്റെ പേരിൽ സന്തോഷത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. ഞാൻ പറയുന്നത്, ഒരാൾക്ക് സ്വതക്ക കൊടുക്കുന്നതോ ഹിബത്തായി നൽകുന്നതോ ദാനമായി നൽകുന്നതോ സമ്മാനമായി നൽകുന്നതോ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നൽകേണ്ടതാരാം? ഇവൻ അവരുടെ കയ്യിൽ കെട്ടിക്കൊടുക്കാനായിട്ടില്ല. ഇവനവനെ തൊടണമെങ്കിൽ, സ്പർശിക്കണമെങ്കിൽ നിക്കാഹ് ചെയ്യണം. ഇവനവന്റെ കയ്യിലിട്ട് കൊടുക്കാനായിട്ടില്ല. കൂടെ നിന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ സമയമായിട്ടില്ല. അധർമ്മമാ നിങ്ങൾ ചെയ്യുന്നത്, അധർമ്മമാ ചെയ്യുന്നത്, സമൂഹമേ അധർമ്മമാ ചെയ്യുന്നത്. നിന്റെ പെങ്ങന്മാരെ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്നു, വിരോധില്ല. നീ നിക്കാഹ് ചെയ്യാൻ പോകുന്ന പെണ്ണാൻ ഒരു സമ്മാനം നിന്റെ വക നിന്റെ കുടുംബക്കാർ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇസ്ലാം വിരോധമൊന്നും പറയുന്നില്ല. എന്നാൽ ചില സ്ഥലങ്ങളിലുണ്ട്, കണ്ടോ, നിശ്ചയമെല്ലാം കഴിഞ്ഞാൽ കണ്ടോ, ഇഷ്ടമായി പൊന്നു കൊടുത്തു അല്ലെങ്കിൽ സമ്മാനം കൊടുത്തോ, എന്നിട്ട് പിന്നെ എന്തോ ഫിത്നയോ ഫസാദോ ഉണ്ടായി. ആരോ പറഞ്ഞു നിങ്ങൾ വിചാരിച്ച പോലെയല്ല കുടുംബം എന്ന് പറഞ്ഞപ്പോ പിന്നെ അറിയിച്ചു. പിന്നെ ബ്രോക്കർ മുഖേനയോ അല്ലെങ്കിൽ കുടുംബങ്ങൾ മുഖേനയോ അറിയിച്ചു, ഞങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തന്ന സ്വർണ്ണാഭരണം സമ്മാനം തിരിച്ചു തരണം. വിചാരിക്കുന്നുണ്ടോ പെങ്ങളെ? സമ്മാനം നമ്മൾ ഒരാൾക്ക് കൊടുത്തു, ഒരാൾക്ക് ദാനം കൊടുത്തു, അല്ലെങ്കിൽ സമ്മാനം കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്തു, ഹിബത്ത് കൊടുത്തു, പിന്നെ നമ്മളത് തിരിച്ചു ചോദിച്ചാൽ ഛർദ്ദിച്ചത് വാരിത്തുന്നത് പോലെയാണതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒരാൾ ഛർദ്ദിച്ചത് വാരിത്തുന്നാണ്, അയാൾ എത്രമാത്രം മടിക്കുമോ അതുപോലെ മടിക്കേണ്ടതാണത്. ഛർദ്ദിച്ചത് വാരിത്തുന്നത് പോലെയാണെന്നാ പുണ്യനബി പറഞ്ഞത്. അതിലപ്പുറം മറ്റൊരു പീഡനമുണ്ടവിടെ. കല്യാണരാജിങ്ങിലെ കാണാപുറങ്ങളെന്നാണല്ലോ നമ്മുടെ വിഷയം. അതിനപ്പുറം ഒരു പീഡനമുണ്ടവിടെ. എന്താണ് ആ പീഡനമെന്നറിയുമോ? ഈ കുട്ടിക്ക് നിങ്ങൾ സ്വർണ്ണാഭരണം കൊടുത്തതോടുകൂടെ ആ കുട്ടിക്ക് ഉറപ്പായി ഞാൻ ഈ കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്യപ്പെടുന്നത് എന്ന് ഉറപ്പായ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് പിന്നീട് നിങ്ങൾ സ്വർണ്ണാഭരണം വലിച്ചൂരി വേണ്ടാന്ന് പറഞ്ഞത് തന്നെ ആ കുട്ടിക്ക് വലിയ ടെൻഷനായി. വേണ്ട എന്ന് പറഞ്ഞത് തന്നെ ടെൻഷനായി. അയൽപ്പക്കങ്ങൾ അറിഞ്ഞു, കുടുംബങ്ങൾ അറിഞ്ഞു. അതെന്റെ ഓളെ വേണ്ടാന്ന് പറഞ്ഞത് അതെന്തോ ചില കാരണങ്ങളുണ്ടത്രേ ചർച്ചയായി. ഒരു മനുഷ്യനെ ശാരീരികമായി പീഡിപ്പിക്കുന്നതിനേക്കാൾ വലിയ പീഡനമാണ് മാനസികമായ പീഡനം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അവനവന്റെ കാര്യത്തിൽ വരുമ്പോഴേ ബോധ്യപ്പെടൂ. ശാരീരികമായ പീഡനത്തെക്കാളും വലിയ പീഡനമാണ് മാനസികമായ പീഡനം. അങ്ങനെ പെൺമക്കളെ വേദനിപ്പിച്ചു വരാറുണ്ടോ? പിന്നീട് അവർ കഴിക്കുന്ന കല്യാണത്തിൽ ഒരു സുഖവും സ്വസ്ഥതയും അവർക്ക് ലഭിക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം. അക്രമിക്കപ്പെടുന്നവൻ ചെയ്യുന്ന ദുആ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അക്രമിക്കപ്പെടുന്നവൻ ചെയ്യുന്ന ദുആ നിങ്ങൾ സൂക്ഷിക്കണേ. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ മാനസികമായ പീഡനം അനുഭവിക്കുന്ന ആളാണ്. മാനസിക പീഡനം അനുഭവിക്കുന്ന പെണ്ണ് രണ്ട് കൈയൊന്ന് ദുഃഖിതല്ലാ. പിന്നെന്തിനെ അവർ നിശ്ചയിക്കാൻ വന്നത്? അവരെന്തിനെ പിന്നെ എന്റെ കയ്യിൽ വളയിട്ടത്? പറ്റില്ലെങ്കിൽ ആദ്യം തന്നെ കണ്ടപാടത് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? ജനങ്ങൾക്കിടയിൽ എന്റെ അഭിമാനം പിച്ചു ചീന്തപ്പെട്ടല്ലോ റബ്ബേ എന്ന് എന്ന ഖൽബിന്റെ അകത്തളത്തിൽ നിന്ന് ആ പീഡിതയായ പെണ്ണിന്റെ ഒരൊറ്റ വിളിമതി. ആ പെണ്ണിന്റെ ദ്വായുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ മറയില്ല. പടച്ചറപ്പത്തിന് ഉത്തരം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ പീഡനമാണത്, ഏറ്റവും വലിയ മാനസികമായ പീഡനമാണത്. പിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇന്നൊരു സംവിധാനം ഉണ്ടല്ലോ, പെണ്ണ് കണ്ടാൽ മൊബൈൽ കൊടുത്തു പോരുന്നൊരു സംവിധാനം. മൊബൈൽ കൊടുത്തു പോരുന്ന സംവിധാനം. പിന്നെ മൊബൈലിലൂടെ നിരന്തരമായി സംസാരമാണ്, ചാറ്റിംഗായി, സംസാരങ്ങളായി. ചിന്തിച്ചിട്ടുണ്ടോ വാപ്പ? പെണ്ണു കണ്ടുപോയ പുതിയ ആപ്പിളയോട് ഫോണിൽ സംസാരിക്കാൻ അനുവാദം കൊടുക്കരുത് നിക്കാഹ് കഴിയുന്നവരെ. എന്താ കാരണം? പിന്നെ ഇവർ നിരന്തരം സംസാരിക്കുകയായി. ആദ്യമൊക്കെ സംസാരിച്ചു, പിന്നെ പിറ്റേ ദിവസം വിഷയങ്ങൾ കിട്ടാതെ വരുമ്പോ പുതിയ പുതിയ മേഖലകൾ തേടിപ്പോവുകയായി. പലതിനെ കുട്ടി ഉത്തരം പറയാൻ കല്യാണത്തിന് മുമ്പേ പലതും നിർബന്ധിതമായി ഉത്തരം പറയപ്പെടാൻ നിർബന്ധിപ്പിക്കപ്പെടുന്നു. അങ്ങനെയല്ലേ പല കല്യാണങ്ങളും മുടങ്ങിപ്പോയത്? പിന്നെയാണ് പെണ്ണൊക്കെ കണ്ടോ, നിശ്ചയമല്ല കഴിഞ്ഞോ, നിക്കാഹ് തീരുമാനിച്ചത് 2 മാസമുണ്ട്. 1 മാസം കഴിഞ്ഞപ്പോഴാണ് ചെറുപ്പക്കാരന് ഇഷ്ടം, അവനാ ബന്ധത്തിൽ നിന്ന് മാറുന്നു എന്നറിയിച്ചത്. എനിക്ക് ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞത്. എന്തേ? ഈ പെണ്ണിന്റെ ഒരു സംസാരമൊന്നും ഇഷ്ടമായില്ല, ഒരു വാക്കിഷ്ടമായില്ല. എനിക്കത് വേണ്ടാന്ന് വെക്കാൻ അവൻ എളുപ്പമാണ്. കാരണം നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, സമൂഹം അതിന് സാക്ഷിയായിട്ടില്ല. പാവപ്പെട്ട പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന എത്രയോ രംഗങ്ങളുണ്ട് നിക്കാഹിനോടനുബന്ധമായി. അതുകൊണ്ട് നിക്കാഹിന് പെണ്ണു കാണാൻ പോയാൽ, പെണ്ണുകാണൽ ചടങ്ങിന് പോയാൽ മൊബൈൽ കൊടുക്കുക എന്ന പിന്നാടിത്തരം ഈ സമൂഹം വലിച്ചെറിയേണ്ടതാണ്, നിർത്തിവെക്കേണ്ടതാണ്. എത്രയോ പെൺകുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നല്ല, കഴിഞ്ഞ കാലങ്ങളിലെ വാർത്തകൾ എടുത്തു പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയും. എത്രയോ മരണങ്ങൾ അങ്ങനെ സംഭവിച്ചത്, ആത്മഹത്യകൾ സംഭവിച്ചത്. എത്രയോ ആത്മഹത്യകൾ. ഭർത്താവിന്റെ ചില ഭർത്താവാകാൻ പോകുന്നവന്റെ ചില സംസാരം ഈ പെണ്ണിനിട്ടമായില്ല. ആരെയാ കുറ്റം പറയാ? ആരാ ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? അതുകൊണ്ട് ഞാൻ പറയുന്നു, രണ്ടാമത്തെ ഏറ്റവും വലിയ അധർമ്മമാണത്. മാത്രവുമല്ല, അല്ലാഹുവിന്റെ ദീൻ സംസാരിക്കാൻ അനുവാദം നൽകുന്നില്ല എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു പോയതാണല്ലോ. നിക്കാഹ് കഴിയാതെ സംസാരിക്കാനോ കാണാനോ ഇടപഴകാനോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുവാദം തരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പെണ്ണിനെ കണ്ട് പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞോ, നിശ്ചയം കഴിഞ്ഞോ, കല്യാണം നടക്കാൻ പോകുന്നു. പിന്നെ ഏറ്റവും വലിയ പീഡനം നടക്കുന്നത് കല്യാണത്തിന്റെ രാവിലെയാണ്. കല്യാണത്തിന്റെ രാവിലെ ചില നാടുകളിലൊക്കെ 3 ദിവസമാണ് കല്യാണം. ചില നാടുകളിലൊക്കെ 3 ദിവസമാണ് കല്യാണം. ആദ്യത്തെ ദിവസം എന്താ? അരികുത്ത് കല്യാണം, എല്ലുകുത്ത് കല്യാണം. എന്താ എന്തൊരു പരിപാടിയില്ലേ? എന്താ? മൈലാഞ്ചി തലേന്ന്, എന്റെ തലേന്നൊരു പരിപാടി. അരികുത്ത് കല്യാണം എന്നാണ് എന്റെ ഓർമ്മ. അരികുത്ത് കല്യാണം. നിങ്ങളൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കണ്ടാ തോന്നും നിങ്ങളൊന്നും കണ്ണൂർക്കാരല്ല, ആകാശത്തുനിന്ന് ഇറങ്ങി വന്നതാണ് എന്ന്. അരികുത്ത് കല്യാണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ? ഈ കല്യാണം കഴിക്കപ്പെടാൻ പോകുന്ന പെണ്ണിനോട് അരി കുത്തിക്കുക. കല്യാണത്തിന്റെ 2 ദിവസം മുമ്പ് കുടുംബക്കാരെല്ലാരും കൂടി കുത്തുക. എന്തേ?
ഓള് വീട് പണിക്കൊക്കെ വീട്ടു പണി ജോലിക്കൊക്കെ ഉഷാറാണോ എന്ന് എന്ത് പീഡന പരീക്ഷയാണിത്? എന്ത് മാമൂലാണിത്? കുഴിച്ചുകൂടേണ്ട മാമൂലാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് അപ്പോഴാണ്. രണ്ടോ, എന്റെ കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചി എന്ന അർത്ഥത്തിൽ നമ്മൾ നടത്തുന്നൊരു പരിപാടിയുണ്ട്. എന്താ മൈലാഞ്ചി എന്ന് പറയുന്നത്? ചില ആളുകളിനോട് പറഞ്ഞു, ഉസ്താദേ അതിന് വെറുതെ അങ്ങനെ പറയാന്നുള്ളൂ എന്നല്ല. മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ തലേ ദിവസം മൈലാഞ്ചി കൊടുക്കുമാർക്ക് ഈ പെണ്ണിനെ മൈലാഞ്ചി ഇടൽ തന്നെ സുന്നത്തുള്ള പെണ്ണാരാണ്. ഭർത്താവ് സന്നിഹിതയായ പെണ്ണാണ്. പെണ്ണിന് നിക്കാഹ് പോലും കഴിഞ്ഞിട്ടില്ല ആയിക്കോട്ടെ, നാളെ കല്യാണം ചെയ്യപ്പെടാൻ പോവാണല്ലോ. മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ഈ പെണ്ണിന്. ആരാ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്? മൈലാഞ്ചി ആ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള സ്ത്രീ, ആ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള സ്ത്രീയാണ് മൈലാഞ്ചി ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നിട്ടോ പിന്നെ ആ കുടുംബത്തിലുള്ള ആണും പെണ്ണുമെല്ലാം നന്ദി പെണ്ണിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കും. ആ കൂട്ടത്തിലുണ്ട് ഇവരുടെ കൂടെ +2 പഠിച്ച ചെറുപ്പക്കാർ. അവരും വന്ന് മൈലാഞ്ചി ഇടുന്ന പെണ്ണെ, എന്റെ പ്രിയമുള്ള പെണ്ണെ, നീ എങ്ങനെയാണടി ഒരു അന്യ പുരുഷന്റെ കൈ പിടിക്കുക? നീ കുടുംബജീവിതത്തിലേക്ക് പോകുന്നത് തന്നെ ഹറാമായ സ്പർശനത്തിലൂടെയാണ് നിന്റെ കുടുംബജീവിതം ആരംഭിക്കുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനൊരു സമൂഹം നന്നാവൂല, ഇങ്ങനൊരു സമൂഹത്തെ നന്നാക്കിയെടുക്കാനും കഴിയില്ല. ഇന്നലെ പറഞ്ഞ വിഷയത്തിന്റെ 2ാം ഭാഗം ഈ വിഷയങ്ങളൊക്കെ കടന്നു വരുന്ന ചർച്ചകളാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഉമ്മത്തിനെ നന്നാക്കി തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമായി സ്വഹാബികൾ പഠിപ്പിച്ചതെന്താണെന്നറിയോ? കേൾക്കണേ എന്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദംറഅത്തിൻ അജ്നബിയ്യ, തനിക്ക് സ്പർശിക്കാൻ പാടില്ലാത്ത, തൊടാൻ പാടില്ലാത്ത ഒരു പെണ്ണിന്റെ കൈ പോലും അല്ലാഹുവിന്റെ ഹബീബ് തൊട്ടിട്ടില്ല എന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ സ്വഭാവമായി മഹാന്മാരായ സ്വഹാബികൾ എണ്ണിപ്പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പെണ്ണ്, അന്യപുരുഷന്മാർ ഈ പെണ്ണിന്റെ കൈ പിടിക്കുക? ഈ പെണ്ണെങ്ങനെയാണ് അവരുടെ കൈ സ്പർശിക്കുക? ഹറാം ഹറാം ഹറാം. സത്താവായ അല്ലാഹു പറയാ. നിങ്ങൾ ചോദിക്കും, കൈയൊന്ന് പിടിച്ചു പോയത് കൊണ്ട് എന്ത് സംഭവിക്കാൻ? അല്ലാഹുവിന്റെ നിയമമതാണ്, അല്ലാഹുവിന്റെ നിയമമതാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹു പറഞ്ഞതെങ്ങനെയാണ്? ഇന്ത്യ രാജ്യത്തോട് ചോദിക്കാൻ, ഞാൻ വേറൊരു രാജ്യത്ത് നിന്ന് ടാക്സ് ഇല്ലാതൊരു സാധനം കൊണ്ടുവന്നാൽ നിങ്ങൾക്കെന്താ കുഴപ്പം? ഞാൻ ആ രാജ്യത്ത് നിന്ന് പണം കൊടുത്തു വാങ്ങിയ സാധനമില്ലേ എന്ന് ചോദിച്ചാൽ ഇന്ത്യ രാജ്യം പറയുന്നതിന്റെ കാര്യകാരണങ്ങളൊന്നുമല്ല. ഇന്ത്യ രാജ്യം പറയും ഈ രാജ്യത്തിന്റെ നിയമം അതാണ്. മനുഷ്യൻ പോലും പറയാറുള്ളത് എങ്ങനെയാണ്? അല്ലാഹു പറയാ, ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ സ്പർശനമുണ്ടാകരുത്. ഈ സ്പർശനമാണ് വിവാഹ ജീവിതത്തിന്റെ തലേനാൾ നടക്കുന്നത്. ഏറ്റവും വലിയ പ്രയാസകരമായ, ഏറ്റവും നിവാരണം ചെയ്യപ്പെടേണ്ട മോശമാണത്. ഓരോ ഭാഗത്തുകൂടെ കടന്നു പോകേണ്ടതുകൊണ്ട് ഓരോ ഭാഗത്തു നിന്നും വേഗം വേഗം കടന്നു പോവുകയാണ് നമ്മൾ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എന്തൊക്കെ അനർത്ഥങ്ങളുണ്ടോ ആ അനർത്ഥങ്ങളെല്ലാം സമഞ്ജസമായി സമ്മേളിച്ച് പേക്കൂത്തുകളുടെ അധർമ്മങ്ങളുടെ കൂമ്പാരമാണോ നമ്മുടെ വിവാഹം എന്ന് തോന്നിപ്പോകും. അതേപോലെ ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത് ഒരു പെണ്ണനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചാണ്. കല്യാണ റാഗിങ്ങിലെ കാണാപുറങ്ങൾ എന്നത് ഒരു പെണ്ണനുഭവിക്കുന്ന പീഡനങ്ങൾ എന്തൊക്കെ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെയുണ്ട് കല്യാണത്തിന്റെ ദിവസം പുതിയാപ്പള വീട്ടിലേക്ക് വന്ന് ഈ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനമുണ്ടല്ലോ. ഭർത്താവിന്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൊണ്ടുപോകും. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ണൂരിന്റെ ഈ സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശങ്ങളാണെങ്കിൽ ആദ്യം ഈ പെണ്ണിനെ തന്റെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അതേ രാത്രി തന്നെ ഭർത്താവും ഭാര്യയും ഈ വീട്ടിലേക്ക് തന്നെ വരും, ഭാര്യ വീട്ടിലേക്ക് തന്നെ വരും. ഇതാണല്ലോ നിങ്ങളുടെ നാട്ടിലുള്ള സംവിധാനം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും വലിയ അധർമ്മം സർവ്വവ്യാപകമായി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പുതിയാപ്പള പോയി കഴിഞ്ഞാൽ പുതിയാപ്പള തന്റെ വീട്ടിൽ നിന്ന് ഭാര്യയാകുന്ന പെണ്ണിന്റെ വീട്ടിൽ, ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൂട്ടാൻ വേണ്ടി പോകുന്നൊരു പോക്കുണ്ടല്ലോ, പുതിയാപ്പള പോക്കെന്ന് പറയുന്ന പോക്ക്. പുതിയാപ്പള പോയാൽ ഭാര്യ വീട്ടിൽ ചെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ സാധാരണ പഴയ കാലത്തൊക്കെ നടക്കാറുള്ളത്, പുതിയാപ്പള പോയ ആളുകൾ അതേപോലെ തിരിച്ചു പോരും. എന്നിട്ട് പുതിയാപ്പളയുടെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ പോയിട്ട്
പെണ്ണിനെ പുതിയാപ്പളയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. മഹമദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കുടുംബജീവിതത്തെക്കുറിച്ചും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തെക്കുറിച്ച് നമ്മൾ രണ്ടാം ദിവസം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പുതിയാപ്പള പോയപ്പോ റസൂലുള്ളാഹിക്ക് പാലാണ് കൊടുത്തത്. അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു പോകുന്നതിന് ശേഷം റസൂലുള്ളാഹിന്റെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കൂട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിന്നുണ്ടായിരുന്ന സമ്പ്രദായമല്ല, പഴയ കാലത്തെ ഏതാണ് സമ്പ്രദായം, അതാണല്ല മാന്യം. എന്നാൽ നമ്മളവിടെ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ഏറ്റവും വലിയ അധർമ്മമുണ്ട്. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞല്ലോ, പുതിയാപ്പിള പോയവന്റെ സുഹൃത്തിന്റെ കൂടെ അവനും പോയിട്ടുണ്ടായിരുന്നു. പുതിയാപ്പിളയുടെ കൂടെ റോട്ടിലിറങ്ങിയിട്ട് ഭാര്യ വീട്ടിലേക്ക് ഒരു 100 മീറ്റർ നടക്കണം. ഭാര്യ വീട്ടിലെത്തി. പുതിയാപ്പിളയെ വീട്ടുകാർ നല്ല രീതിയിൽ സ്വീകരിച്ചു, അറയിൽ കൊണ്ടുപോയിരുത്തി. എന്നിട്ടവർ ഇനി തിരിച്ചു പോകുന്ന സമയമായി. പക്ഷെ അവർ പോകാൻ കൂട്ടാക്കുന്നില്ല. പുതിയാപ്പിളയുടെ കൂടെ ഉള്ള ഒരു പകുതി, ഒരു 60% ആളുകൾ തിരിച്ചു പോന്നു. 40% ആളുകൾ പുതിയാപ്പിളയും അവിടെ തന്നെ നിന്നു. എന്നിട്ട് ഇവർ പിന്നെ പറയാൻ തുടങ്ങി, തുമ്മാടികൾ പറയാൻ, ഈ കുട്ടിയുടെ പിതാവിനോട് പറയാൻ, ആ പെണ്ണിനെ വേഗം മാറ്റിച്ചെറുക്കോ, ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കണം. എടാ, നീ ആകാശത്തിന് ചുവട്ടിലെ പമ്പരവിദ്യയാണെന്ന് മാത്രമല്ല, ഏറ്റവും വലിയ തിന്മയുടെ വാഹകനാണ് നീ. ഒരു പെണ്ണിനെ പുതിയാപ്പളയുടെ കൂടെ പുതിയാപ്പളയുടെ സുഹൃത്തുക്കളുടെ കൂടെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സമ്പ്രദായമോ ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണത്. എന്നിട്ട് ഇവർ പറഞ്ഞതെന്താ? അതിനുവേണ്ടിയാ ഞങ്ങൾ ബൈക്ക് കൊണ്ടുവന്നത്. ഇവർ കൊട്ടവണ്ടിയിൽ, സാധാരണ നമ്മൾ പറയാറുണ്ട് നായിക്കുറുക്കൻ വണ്ടിയിൽ ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ പറയാണ് ഭാര്യയുടെ കുട്ടിയുടെ വാപ്പയോട് പറയാൻ, ഞങ്ങൾ അവനെ മുമ്പിൽ ഇരുത്തും, അവളെ ബേക്കിലും ഇരുത്തും. ഈ കൊട്ടവണ്ടിയിൽ ഇരുത്തിയിട്ട്, നായിക്കുറുക്കൻ വണ്ടിയിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. എടാ, നിന്റെ തലച്ചോറിലെന്താ ഉള്ളത്? ധർമ്മ സംസ്ഥാപനത്തിലല്ലേ നമ്മൾ നിയോഗിക്കപ്പെട്ടത്, അതിനല്ലേ നമ്മൾ നിലകൊള്ളേണ്ടത്. ഈ ഉമ്മത്തിന്റെ സ്വഭാവമായ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്താ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ്. ഈ ഉമ്മത്തിന്റെ സ്വഭാവമുണ്ടാകേണ്ടത് നന്മ കൊണ്ട് കൽപ്പിക്കുകയും സർവമാന തിന്മകൾക്കെതിരെയും കൊടുങ്കാറ്റ് പോലെ അന്നടിക്കുകയും ചെയ്യുന്നവരാകണം ഈ ഉമ്മത്തിലുള്ള ആളുകൾ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെങ്ങനെയാണ്? ആ ധർമ്മമാ കുഴിച്ചുമൂടപ്പെടുന്നത്. പെണ്ണിനെ ഈ ആൺപിള്ളേരുടെ കൂടെ തന്നെ പുതിയാപ്പളയുടെ കൂടെ വണ്ടിയിൽ നിർത്തിയിട്ട് ആണുങ്ങൾ തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സമ്പ്രദായം. ഞാൻ ഓർമ്മപ്പെടുത്താൻ, നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെയാണ് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞു നമ്മൾ ചെയ്യേണ്ടത്. ആ കൈകാര്യം എങ്ങനെ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാഭാഗവതമോ നമ്മളത് സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ധർമ്മത്തിന്റെ ഭാഗത്താകണം നമ്മൾ നിൽക്കേണ്ടത്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ സ്വഭാവമായി പ്രത്യേകമായി എണ്ണിയതാണല്ലോ. എന്നാൽ വിവാഹത്തിന്റെ ചടങ്ങുകളോടനുബന്ധിച്ച് എന്തൊക്കെ ധർമ്മമുണ്ടോ ആ ധർമ്മത്തിലെ അവസാനത്തെ നന്മയും കുഴിച്ചുമൂടുന്ന പ്രവർത്തനങ്ങൾ. പിന്നൊരു സ്വഭാവമുണ്ട്. ഭാര്യ വീട്ടിൽ നിന്ന് ഭാര്യയും കൂട്ടിയിട്ട് തന്റെ വീട്ടിലേക്ക് വരുന്നു. പുതിയാപ്പളയുടെ വീട്ടിലേക്ക് ഈ പെണ്ണ് വരുമ്പോ പുതിയാപ്പളയുടെ വീടിന്റെ മുൻഭാഗത്ത് അകത്തേക്ക് കിടക്കുന്ന ഡോറിനടുത്ത് റിബൺ കെട്ടിവെച്ചിട്ടുണ്ട്. എന്നിട്ടോ ഈ പെണ്ണിന്റെ കയ്യിൽ മൂർച്ചയില്ലാത്ത കത്രിക കൊടുക്കും. കത്രിക കൊടുത്തിട്ട് ഈ റിബൺ മുറിക്കണം. ഈ റിബൺ മുറിച്ചിട്ട് വേണം വീട്ടിനകത്തേക്ക് കയറാൻ. ഇതാണ് ഈ പെണ്ണിനോട് ചെയ്യിപ്പിക്കുന്നത്. ആരൊക്കെയാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്? കുടുംബക്കാർ, അയൽവാസികൾ. തന്റെ ഇടമുണ്ട് എന്ന് പറയുന്ന തന്തയും തള്ളയും, കണ്ടു നിൽക്കുമ്പോ ഈ പെണ്ണിനിങ്ങനെ മുറിക്കുമ്പോ മുറിയുന്നില്ല. ഇത്ര മുറിച്ചിട്ടും മുറിയുന്നില്ല. എന്നിട്ട് എല്ലാവരും കൂടി കൂക്ക് വിളിച്ച് ചിരിക്കുക. ഒരാളെ പരിഹസിച്ചേട്ടാണോ നീ സന്തോഷിക്കേണ്ടത്? ഒരാളുടെ ഹൃദയത്തിൽ ആഞ്ഞു കുത്തിയിട്ടാണോ നിന്റെ സന്തോഷം? ഇതാണോ നിന്റെ ദീൻ പഠിപ്പിച്ചത്? ഇതാണോ മുസൽമാനെ നീ ചെയ്യേണ്ടത്? ഇതാണോ നമ്മുടെ ധർമ്മം നമ്മൾ
മറ്റ് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്. ഉള്ള ഒരു പെണ്ണിലുള്ള അവസാനത്തെ ലജ്ജയും കുഴിച്ചുമൂടും നിന്റെ ഈ ആചാരം, നിന്റെ ഈ റാഗിംഗ് നാളെ വരാൻ പോകുന്നതെന്ത് എന്ന് വഴി ഞാൻ പറയുന്നുണ്ട്. കല്യാണത്തിലെ അധർമ്മങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, നാളെ ഇതിന്റെ അനന്തരഫലം എന്ത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, അധർമ്മങ്ങൾക്കെതിരെയുള്ള കൊടുങ്കാറ്റായി നിലകൊള്ളണം. ബദറിന്റെ പാഠം പഠിച്ചാൽ പോരാ, ബദറിന്റെ ചരിത്രം പറഞ്ഞാൽ പോരാ, റമദാൻ 17 ബദർ കഴിച്ചിട്ട് ആണ്ടിന്റെ ചൂട് കൊണ്ടുപോയി വഹിച്ചാൽ പോരാ, അധർമ്മത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്നവരാവണം നമ്മൾ. ഇതാണ് ഈ വിഷയത്തിന്റെ കാതലായ ഭാഗമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അധർമ്മമല്ലേ അത്? ഒരു കുട്ടി ഇങ്ങനെ മൂർച്ചയില്ലാത്ത കത്രിക കൊണ്ടിങ്ങനെ റിബൺ മുറിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുക. ഇതാണോ നിന്റെ സന്തോഷം? നിന്നെ കാത്തിരിക്കുന്നത് എന്താണ് എന്ന് പറയുന്നുണ്ട് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്തിനാ ഇത് ചെയ്യിക്കുന്നത്? ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ അതവിടെ ലജ്ജ പോകാനാണ്. ലജ്ജ പോകാൻ? ലജ്ജ എന്താണ് തിരിഞ്ഞിട്ടുണ്ടടാനൊക്കെ? ലജ്ജ എന്താണ്? ലജ്ജ എന്ന് പറയുന്ന സംഗതി എന്താണെന്നൊക്കെ തിരിഞ്ഞിട്ടുണ്ടോ? അവൾ വലിയ ലജ്ജിതയാണ് ഉസ്താദേ, എന്റെ പെണ്ണിന് വല്ലാത്ത ലജ്ജയാണ്, ലജ്ജ പോകാൻ ചെയ്തതാണ്. എടാ, ലജ്ജ കളയുകയില്ല ചെയ്യേണ്ടത്, ലജ്ജ നിലനിർത്തുകയാണ് ചെയ്യേണ്ടത്. കേൾക്ക് നിന്റെ ഹബീബിന്റെ, നീ ഏതൊരു പ്രവാചകന്റെ അനുയായിയാണെന്നാണോ അവകാശപ്പെടുന്നത്, ആ നബിയുടെ വാക്ക് കേൾക്കണേ. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അൽ ഈമാൻ ബിദ്ഉൻ വസബ്ഊൻ ഔ ബിദ്ഉൻ വസിത്തൂന ശുഅബ. ഈമാൻ എന്ന് പറഞ്ഞാൽ 70 ചില്ലാനം ശാഖകളുണ്ട് ഈമാനിന്, അല്ലെങ്കിൽ 60 ചില്ലാനം ശാഖകളുണ്ട്. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനിന്റെ 70 ശാഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശാഖ എന്ന് പറയുന്നത്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ശാഖ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ശാഖയാണ്, കലിമത്തു തൗഹീദാണ്. എന്നാൽ വഅദ്നാഹാ ഇമാതത്തുൽ യദാ അനിത് തരീഖ്, ഏറ്റവും ചെറിയ ശാഖ ഏതാണ്? വഴിയിലുള്ള ഉപദ്രവങ്ങളൊക്കെ നീക്കലാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. കേൾക്കണം ഉമ്മത്തെ, വേറെ ഹദീസ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, ലജ്ജ കൊണ്ട് നന്മയില്ലാതെ ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് ലജ്ജ ഇല്ലാതെയാകരുതേ. നിങ്ങളൊക്കെ ലജ്ജ ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊക്കെ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാൻ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഖദ്രിഹാ. ഒരു മണവാട്ടിപ്പെണ്ണിനുണ്ടാകുന്ന, എന്ന് പറഞ്ഞാൽ തിരിയില്ല, അന്ന് മണവാട്ടിപ്പെണ്ണിന് ലജ്ജയില്ലല്ലോ, അത് പണ്ടത്തെ കാലത്ത് പറയാം. ഒരു മണവാട്ടിപ്പെണ്ണിനുള്ള ലജ്ജ എത്രയാണോ അതേപോലെ ലജ്ജയായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിനുണ്ടായിരുന്നത്. പൊന്നു നബി ഒരിക്കൽ നടന്നു പോവാൻ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ അലാ റജുലിൻ മിനൽ അൻസാർ. മദീനയിലാണ് അല്ലാഹുവിന്റെ ഹബീബ് മദീനത്തൊരു സ്ഥലത്തുകൂടെ നടന്നു പോവാൻ, ഒരു വീട്ടിനടുത്തുകൂടെ നടന്നു പോകുമ്പോ ആ വീട്ടിലുള്ള അൻസാരിയായ ഒരാൾ വഹുവ യഇദു അഖാഹു ഫിൽ ഹയാഇ, അയാളുടെ സഹോദരനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ലജ്ജയുടെ കാര്യത്തിൽ ഉപദേശിക്കാൻ, അന്റെ ഒരു ലജ്ജ, നീ ഒരു വല്ലാത്ത ലജ്ജിതൻ തന്നെ, അന്റെ ലജ്ജ, ഇതൊക്കെ പറഞ്ഞിങ്ങനെ ഉപദേശിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഇത് കേട്ടപ്പോൾ ഫഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് ആ സ്വഹാബിയോട് പറയാൻ, അവനവന്റെ വഴിക്ക് വിട്ടേക്ക്, ജേഷ്ഠ സഹോദര, അനുജനെ അവന്റെ വഴിക്ക് വിട്ടേക്ക്. ഈ ലജ്ജയുടെ വിഷയത്തിൽ നീ അവരെ ഉപദേശിക്കരുത്. ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്വഭാവമാണ് ലജ്ജ ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നിങ്ങൾ അയാളിലുള്ള ലജ്ജയില്ലായ്മ ചെയ്യാൻ ശ്രമിക്കരുത്. അയാൾ ആ വിഷയത്തിൽ ഉപദേശിക്കണ്ട എന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ
അള്ളാഹുവിന്റെ ഹബീബ് ഏത് സ്വഭാവം സ്ഥാപിക്കാനാണോ കഠിനാധ്വാനം ചെയ്തത്, ആ സ്വഭാവം സമൂഹത്തിൽ നിന്ന് വേരറുത്തുകളയാൻ ശ്രമിക്കുന്ന ആചാരം എന്തിന്റെ പേരിലാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ? അർഹമുർ-റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ബോധം നൽകുമാറാകട്ടെ. അതേപോലെ പത്രത്തിൽ തന്നെ നമ്മൾ വായിച്ചു പോയതാണല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് സൽക്കാരം നടക്കുന്നു. ഞാൻ പറയുന്നത് ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെടുന്ന രംഗത്തെക്കുറിച്ചാണ്. പെണ്ണിനെ റാഗിംഗ് ചെയ്യുക, റാഗിംഗ് വലിയ കുറ്റമാണ്. ഇന്ത്യൻ നിയമമനുസരിച്ചും കുറ്റാണ്. അത് കോളേജിന്റെ കൗമ്പൗണ്ടിൽ വെച്ചാകുമ്പോൾ കുറ്റാവും. അവനാന്റെ വീട്ടിലെ കല്യാണ പന്തലിലാകുമ്പോൾ അത് റാഗിംഗ് ആവൂലാണോ? ആരാണാ പറഞ്ഞത്? ഇനി രാജ്യത്തിന്റെ നിയമം അത് റാഗിംഗായി കൂട്ടുന്നില്ല എങ്കിലും അള്ളാഹുവിന്റെ കോടതിയിൽ അത് റാഗിംഗ് തന്നെയാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ റാഗിംഗാണ്. പടച്ചറപ്പ് അങ്ങനെ റാഗിംഗ് നടത്തിയ ആളുകളെ അള്ളാഹുവിന്റെ മശ്റയിൽ അള്ളാഹു വിളിക്കുന്ന രംഗം ഹബീബായ റസൂലുള്ള പറയുന്നുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച എല്ലാ നല്ല അധ്യാപനങ്ങളും നിലനിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ധർമ്മത്തിന് വിരുദ്ധമായി നടക്കുന്നൊരു വേദിയുണ്ട് പിന്നെ വിവാഹങ്ങളിൽ. അതേതാണ്? സൽക്കാരത്തിന്റെ വേദികളാണ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നൊരു ദിവസം സൽക്കാരത്തിന് കുറെ ആളുകളെ കൂട്ടിപ്പോകുന്നൊരു സമ്പ്രദായം. എന്നിട്ടോ അവിടെ പോയിട്ട് കുറെ കോമാളിത്തരങ്ങൾ. എന്തൊക്കെ കോമാളിത്തരങ്ങൾ, എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ. വയറിളക്കുന്ന ഗുളിക എടുത്തിട്ട് ഭക്ഷണത്തിൽ പൊടിച്ചിടുക, എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച മുഴുവൻ ആളുകൾക്കും വയറിളക്കം വരിക. എന്നിട്ട് ഇവനിങ്ങനെ കുലുങ്ങിച്ചിരിക്കുക. എടാ, നിന്നെക്കാൾ വലിയ തമ്മാടി ഭൂമിയിൽ വേറെ ആരാണ്? നിന്നെക്കാൾ വലിയ അല്ലാഹുവിൻ ഭൂമിയിൽ ആരാണ്? അള്ളാഹു നിന്നെ കുറിച്ച് പറഞ്ഞത് ജോലി നടത്തുന്ന ആളെന്നല്ല, ലാലിം, നീ ഏറ്റവും വലിയ ക്രൂരനായ അക്രമി എന്നാണ് നിന്നെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്. ജോലിന്റെ ആള് എന്നല്ല, അതെന്റെ ചങ്ങായിമാര് പറഞ്ഞ പേരാണെങ്കിൽ ഓൻ വലിയ ജോലിയാണ്. അല്ല പറയുന്നത് നിന്നെ കുറിച്ച് നീ വലിയ ലാലിമാണ് എന്നാ, നീ വലിയ റാഗിംഗുകാരനാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ സൽക്കാരങ്ങളിൽ പെണ്ണു തന്നെ വന്നിട്ട് ഈ പുരുഷന്മാർക്ക് പുതിയാപ്പിളയുടെ ചങ്ങാതിമാർ ഭക്ഷണം എടുത്തു കൊടുക്കുന്നൊരു സമ്പ്രദായം. കേക്ക് മുറിച്ചിട്ട് പുതിയാപ്പിളയുടെ ചങ്ങാതിമാരുടെ വായിൽ വെച്ചു കൊടുക്കുന്ന സമ്പ്രദായം. പെങ്ങളെ, അങ്ങനെയുള്ള ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതം എന്തിനാ നിനക്ക്? ഞാൻ വിവാഹിതയാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയലല്ലേ നിനക്ക് നല്ലത്? അങ്ങനെ ഒരു ജീവിതത്തിൽ എന്ത് അർത്ഥമാവുള്ളത്? പെങ്ങളെ, എല്ലാ പീഡനങ്ങളും തമ്മാടിത്തരവും ചെയ്തിട്ടൊരു കുടുംബജീവിതമോ വേണ്ടെന്ന് വെക്കല ധർമ്മമുള്ളവർ ചെയ്യേണ്ടത്. അർഹമുർ-റാഹിമീനായ റബ്ബേ, ബോധം നൽകണേ അല്ലാഹ്. എന്നാൽ കല്യാണത്തിൽ പെണ്ണ് മാത്രമല്ല, സ്ത്രീകൾ മാത്രമല്ല പീഡിപ്പിക്കപ്പെടുന്നത്. സ്ത്രീകൾ മാത്രമല്ല, വിവാഹത്തിൽ വന്ന ആളുകൾ, അതേപോലെ വിവാഹ വീട്ടുകാർ എല്ലാവരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതേപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നവരാണ് പുതിയാപ്പിളമാർ. പുതിയാപ്പിളമാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. എപ്പോഴാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു രംഗമാണ് പുതിയാപ്പിള പോകുന്ന രംഗം എന്ന് പറയുന്നത്. പുതിയാപ്പിള പോകുന്ന രംഗം വല്ലാത്തൊരു രംഗാണല്ലത്. പല ആളുകൾക്കും പുതിയാപ്പിള പോവാൻ പേടിയാണ്. ഇപ്പോ പുതിയാപ്പിള പോകാൻ പേടിയാണ്. ഞാൻ ഓർക്കുന്ന ഒരു 13 കൊല്ലം മുമ്പ്, ഞാൻ 14 കൊല്ലം മുമ്പ് ഞാൻ മട്ടന്നൂരിൽ വന്നപ്പോ ഇപ്പോഴും എന്റെ മനസ്സിലാ ആളെ ഞാൻ ഇങ്ങനെ കാണുന്നു. അയാൾ ഇപ്പൊ നാട്ടിലുള്ള സൗദിയിലാണ്. ഒരു 10-12 കൊല്ലം മുമ്പ് അയാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തിൽ വിവാഹം കഴിക്കാം, പുതിയാപ്പിള പോവാന്നൊക്കെ പറഞ്ഞ എനിക്ക് വല്ലാത്ത സന്തോഷം. എന്റെ ജീവിതത്തിൽ വലിയ സ്വപ്നം അത് പുതിയാപ്പിള പോവാ. പഴയ കാലത്തൊക്കെ പുതിയാപ്പിള പോവാന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷം. ഇയാൾ എന്നോട് പറയാൻ, ഞാനിങ്ങനെ പല ആളുകളും ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുതിയാപ്പിള പോകുന്നത് കണ്ടപ്പോ ചെറുപ്പത്തിലേ എന്റെ കൽവിലൊരു മോഹമുണ്ടായി. പുതിയാപ്പിള പോകണമെന്ന്, നല്ല ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയാപ്പിള പോകണം എന്ന മോഹം. ആ ആളെ ഞാൻ ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മട്ടന്നൂരിലെ. ഞാൻ അയാളുടെ മുഖം ഞാൻ ഇപ്പോഴും എന്റെ മുമ്പിൽ കാണുകയാണ്. സൗദിയിലാണ് അയാൾ. ഈ കൊല്ലം റമദാനിന് വന്നിട്ടില്ല. എല്ലാ കൊല്ലവും റമദാനിന് അയാൾ നാട്ടിലുണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ ഇന്ന് ചെറുപ്പക്കാർക്ക് പുതിയാപ്പിള പോവാന്ന് പറഞ്ഞാൽ പേടിയാണ്. കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നവൻ തന്നെ ബേജാറാവാണ്. പഠിച്ചോനെ, പുതിയാപ്പിള പോകേണ്ടത് എങ്ങനെയാവും? ഭയമാണവന്. എന്താ? അത്ര വലിയ പീഡനങ്ങളാണ്. ആരാ പീഡിപ്പിക്കുന്നത്? ആരാ പീഡിപ്പിക്കുന്നത്? സ്വന്തം ആത്മസുഹൃത്തുക്കൾ തന്നെ. എന്നിട്ട് അതിനെ നമ്മൾ പേരിട്ടു ജോളി. എടാ, നീ അതിന്റെ പേര് മാറ്റണേ. ജോളി എന്നല്ല,
റാഗിംഗ് ആക്കി മാറ്റണം നീ ഇതിന്. എന്താ മാറ്റിക്കുക? പഴയ കാലത്തൊരു സ്വഭാവമുണ്ട്, പുതിയാപ്പിള ഇറങ്ങാൻ പോണതിന്റെ മുമ്പ് ഒന്ന് കുളിക്കുമല്ലോ, ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞൊന്ന് കുളിക്കും, കുളിച്ചിട്ട് മാറ്റുന്ന സമയത്ത് പുതിയാപ്പിളയുടെ സുഹൃത്തുക്കളും ചങ്ങായിമാരൊക്കെ വരും മാറ്റിക്കാൻ. എന്താ പഴയ കാലത്ത് ഇവന് വാച്ചൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, അപ്പൊ ചങ്ങായിമാരെ വാച്ച് കൊണ്ടുപോയി കെട്ടിക്കൊടുക്കാം. അതേപോലെ ഷർട്ട് ഇട്ട് കൊടുക്കും. ഷർട്ട് ഇട്ട് കൊടുക്കാൻ തന്നെ വെറുതെ ഒരു സന്തോഷം പങ്കുവെക്കലാണ്, സന്തോഷിപ്പിക്കുക. വിവാഹിതനാകുന്ന സുഹൃത്തിനോട് ഞങ്ങളൊക്കെ എൻ്റെ ഒപ്പണ്ടടാ മേജറാണ്ടത് സന്തോഷിപ്പിക്കുക. അവൻ കുപ്പായിടുമ്പോ കുപ്പായത്തിന്റെ കൊടുക്കൊന്നിട്ട് കൊടുക്കുക, വാച്ചൊന്ന് കെട്ടിക്കൊടുക്കുക, ഒന്ന് മുടിയൊന്ന് വെറുതെ രസത്തിനൊന്ന് സന്തോഷിപ്പിക്കാൻ ചെയ്യിക്കൊടുക്കുക. ഇതൊക്കെയായിരുന്നു പഴയ കാലത്ത് മാറ്റിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. അത് സന്തോഷിപ്പിക്കുക എന്ന അർത്ഥത്തിലാകുമ്പോ നല്ലതുമാണ്. കാരണം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി തആല ബഅദൽ ഫറാഇൽ, അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏതാ? ഇദ്ഖാലു സുറൂറി അലൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കലാണ്. അത് എപ്പോഴാണെങ്കിലും, പുതിയാപ്പിള പോകുമ്പോഴാണെങ്കിലും, ഗൾഫ് പോകുമ്പോഴാണെങ്കിലും, ഗൾഫിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും, എപ്പോഴാണെങ്കിലും ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. പുണ്യനബിയുടെ മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, ഇന്ന മിൻ മുജിബാതിൽ മഗ്ഫിറ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാൻ കാരണമാകുന്നൊരു അമലാണ്. ഇത് മഗ്ഫിറത്തിന്റെ പത്താണല്ലോ. അള്ളാഹു പാപങ്ങൾ പുറത്തു തരാൻ കാരണമാകുന്നൊരു അമലാണ് ഇദ്ഖാലുക സുറൂറ അലാ അഖീകൽ മുസ്ലിം, നിന്റെ മുസ്ലിമായ സഹോദരന്റെ മനസ്സിലേക്ക് നീ ഒരു സന്തോഷം കടത്തിവിടുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പാപങ്ങൾ പുറത്തു തരാൻ കാരണമാകും. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, മൻ ലഖിയ അഖാഹുൽ മുസ്ലിം ബിമാ യുഹിബ്ബു ലിയസുറഹു ബിദാലിക സറഹു അല്ലാഹു അസ്സ വജല്ല യൗമൽ ഖിയാമ. ഒരാൾ തന്റെ ഒരു മുസ്ലിമായ സഹോദരന്റെ സമീപത്ത് ചെന്നു, അയാളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യവുമായി ചെന്നു, എന്നാൽ സറഹുല്ലാഹു അസ്സ വജല്ല യൗമൽ ഖിയാമ, തന്റെ മുസ്ലിമായ സഹോദരനെ സന്തോഷിപ്പിച്ചത് കാരണം അല്ലാഹു ഖിയാമത്ത് നാളിൽ ഇയാളെ സന്തോഷിപ്പിക്കുന്നതാ എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയ കാലത്ത് മാറ്റിക്കുക എന്നത് ഒരു സന്തോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിരുന്നു. അത് വെറുതെ മുടിയൊക്കെ ഒന്ന് ചെയ്യിക്കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുപ്പായൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഇതൊക്കെ ഒന്ന് നേരടെയാക്കടാ, നീ ഭാര്യ വീട്ടുകല്ലേ പോണത്, ഒക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. അതൊക്കെയായിരുന്നു ലക്ഷ്യം. ഇന്നത് മാറി. ഇന്നത് മാറിയിട്ട് പുതിയാപ്പിള പോകാൻ വേണ്ടി ഇറങ്ങുന്നവൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം എന്തിനേറെ പൊതുവേദിയിൽ പറയാൻ പോലും എനിക്ക് മടി തോന്നാൻ. ഒരു സഹോദരൻ പുതിയാപ്പിളയായി മാറ്റി ഇറങ്ങുകയാണ്. ഇവന് അണ്ടർവയർ കൊടുത്തത്, ഇവന്റെ ഷെഡി ഡ്രസ്സ് എല്ലാം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. തന്റെ ആത്മമിത്രമെന്ന് പറയുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ, ഇയാൾ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയ സമയം ഷെഡിയിൽ ടൈഗർ ബാം പുരട്ടി വെച്ചു. സാധുവായി ചെറുപ്പക്കാരനത് അറിയുന്നില്ല. അവൻ കുളിച്ചു വന്നിട്ട് അവന്റെ സുഹൃത്തുക്കൾ മാറ്റിക്കാൻ വന്നിരിക്കാൻ. ഇവൻ ഷെഡി അണിഞ്ഞ് പേന്റൊക്കെ ഇട്ടു, കുപ്പായിട്ടു. അല്പസമയം കഴിഞ്ഞപ്പോ ഇവന്റെ ഷെഡിയുടെ ഭാഗങ്ങൾ സ്പർശിച്ച ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം ചുട്ടുകൊള്ളാൻ തുടങ്ങുകയാണ്. ഇവനത് പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. എത്ര സന്തോഷത്തിലാ വീട്ടിൽ നിന്നവൻ ഇറങ്ങേണ്ടത്. പുകച്ചിലിങ്ങനെ എടുത്തിട്ട് ആളുകൾക്കിടയിൽ നിന്ന് പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. എന്നിട്ടവൻ ഭാര്യ വീട്ടിൽ പോയിട്ട് ഭാര്യ വീട്ടിലേക്ക് പുതിയാപ്പിള പോകുന്നത് പോലും ആ സന്തോഷം പോലും ഇവൻ അറിഞ്ഞിട്ടില്ല. എങ്ങനെയൊക്കെയോ പോയി പോന്നു, എങ്ങനെ തിരിച്ചെത്തിയെന്നും അറിയില്ല. എന്നിട്ടവൻ നേരെ ആദ്യ രാത്രി ഭാര്യ വീട്ടിൽ തന്റെ ഭാര്യയോടൊപ്പം കഴിഞ്ഞുകൂടേണ്ട തന്റെ ആത്മമിത്രമെന്ന് പറഞ്ഞ തന്റെ സ്വന്തം സുഹൃത്തിനെ പീഡിപ്പിച്ചതിന്റെ ആഴം. എന്നിട്ടവൻ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. ആദ്യ രാവ് തന്റെ സഹധർമ്മിണിയോടൊപ്പം സന്തോഷം പങ്കുവെക്കേണ്ട രാവിൽ വേദന കൊണ്ട് പൊളയുന്ന ശരീരത്തിന്റെ ആ ഭാഗം പൊള്ളച്ചു വന്ന് അത് പൊള്ളച്ചു നിൽക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന സുഹൃത്തെ, നിന്നെക്കുറിച്ച് സുഹൃത്തെന്നല്ല ദീൻ പറഞ്ഞത്. നീ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വലിയ തെമ്മാടി എന്നാണ്. നിന്നെ പോലെയുള്ള ആളുകൾ ജീവിക്കുന്ന കാലം അല്ലാഹുവിന്റെ ശിക്ഷ വരുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് പറഞ്ഞിട്ടുണ്ട്. എന്നെ പോലെയുള്ള ആളുകൾ ജീവിക്കുന്ന കാലത്ത് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതേപോലെ സുഹൃത്തിന് അടിച്ചു കൊടുക്കാൻ വേണ്ടി സ്പ്രേ കൊണ്ടുവന്നു. സ്പ്രേ സാധുവായി ഇവൻ മനസ്സിലാക്കുന്നത് ഇത് സാധാരണയുള്ള സ്പ്രേ ആണ് എന്നാണ്. എന്നാൽ ഈ സ്പ്രേ അടിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം ചുട്ടുകൊള്ളാൻ തുടങ്ങും. അങ്ങനെയുള്ള സ്പ്രേയാണ് ഇവന്റെ കുപ്പായത്തിലടിച്ചത്, ബനിയലിലടിച്ചു കൊടുത്തത്, പാന്റിലടിച്ചത്, കോട്ടിലടിച്ചത്. ഇതിന്റെയൊക്കെ പേര് തമാശാണ്, ഇതിന്റെ പേര് ജോളിനാ. ഇതാണോ നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്? ഈ ധർമ്മമാണോ നമ്മൾ സ്ഥാപിക്കേണ്ടത്? ഞാൻ പറയാൻ എന്റെ ചെറുപ്പക്കാരോടും ഇവിടെ നമ്മൾ ചെയ്യേണ്ട എങ്ങനെ ഇത് നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അങ്ങോട്ട് കയറി വരുമ്പോൾ, നമ്മൾ ആ ഭാഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളത് പറയുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ മാറ്റിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാർ പറയാൻ മടി തോന്നാണ്. ഞാൻ എങ്ങനെ പറയും? പുതിയാപ്പള മാറ്റാൻ വേണ്ടി റൂമിൽ കയറിയപ്പോ ഇവന്റെ കൂടെ കയറിയ ആത്മമിത്രങ്ങൾ എന്ന് പറയുന്ന സുഹൃത്തുക്കളാണ്. ഇവന്റെ അടിവസ്ത്രം പോലും ഉരിഞ്ഞിട്ടവൻ നോക്കുന്നതെന്താ? ഇവന്റെ അടിവസ്ത്രം പോലും ഉരിഞ്ഞിട്ട് ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്ന ലോകത്തെ തമ്മാടി. നിന്നെക്കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് കേൾക്കണേ, നിങ്ങൾ ചെയ്യുന്നത് എന്തുമാത്രം അധർമ്മമാണെന്ന്. ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ പേരിൽ എഴുതി വെക്കാനോ? എടാ, നീ വിളിച്ചു പറയുന്നത് ഈ അങ്ങനെ ചെയ്യുന്നതിലും നല്ലത്, അല്ലെങ്കിൽ നീ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് വിളിച്ചു പറയണം. ഞാൻ ഇസ്ലാമിന്റെ കയറിന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ട്, ഞാൻ ദീനല്ല ചെയ്യുന്നത്, നീ ചെയ്യുന്ന ഈ അധർമ്മത്തിന്റെ ഒരംശം അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? തമ്മാടി, നിന്നെക്കുറിച്ച് തമ്മാടി എന്നല്ലാതെ ഞാൻ എന്ത് വിളിക്കാൻ? ഈ കേസറ്റ് കേട്ടാൽ കേൾക്കുന്നവർക്ക് ഒരു പക്ഷെ തോന്നും, ഇയാൾ എന്ത് മോശം വർത്തമാനമായി പറയുന്നത്. സ്റ്റേജിൽ കയറിയിട്ടാണോ തമ്മാടി എന്ന് പറയുന്നത്? തമ്മാടി എന്ന് പറയാൻ പറ്റാവുന്ന ആകാശത്തിൽ ഒരാളുണ്ടെങ്കിൽ നീയല്ലാതെ പിന്നെ ആരാ? ഒരു പുരുഷന്റെ ഔറത്ത് കാണാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് നിന്റെ മതം. നീ എന്നിട്ട് പിന്നെ അണ്ടർവെയർ പോലും പോയിട്ട് ആ ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ നിന്നെ ആരടാ ഏൽപ്പിച്ചത്? അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത്, ഒരു പുരുഷന്റെ ഔറത്ത് കാണാൻ പാടില്ല, ഒരു പെണ്ണിന്റെ ഔറത്ത്, ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിന്റെ ഔറത്ത് കാണാൻ പാടില്ല, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്ത് കാണാൻ പാടില്ല. ഇതൊക്കെ ധർമ്മമായി എഴുതി വെക്കപ്പെടുന്ന കാലോ. ഈ കാലഘട്ടത്തിൽ തീക്കാറ്റടിച്ചില്ലെങ്കിലല്ലേ നമ്മൾ അത്ഭുതപ്പെടേണ്ടത്? ഈ കാലഘട്ടത്തിൽ അല്ലാഹു ഭൂമിയിൽ നിന്ന് വെള്ളം പിൻവലിച്ചില്ലെങ്കിലല്ലേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതും? എന്താ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ ലഹറസു ഫിൽ അർദ് അൻസലല്ലാഹു ബഅസഹു ബിഅഹ്ലിൽ അർദ്. ഭൂമിയിൽ ഇത്തരത്തിലുള്ള തമ്മാടിത്തരങ്ങൾ പരസ്യമായി നടക്കാൻ തുടങ്ങാം. ഏതെങ്കിലും ഒരു സാധുവായ ഉസ്താദോ മഹല്ല് കമ്മിറ്റിക്കാരനോ കുടുംബത്തിലെ ഒരു മൂത്തയാളോ കാരണവരോ അതിനെതിരൊന്ന് ശ്രദ്ധിച്ചവനെ മൗനിയാക്കുന്ന കാലമായാൽ, അധർമ്മത്തിന് മേൽക്കോയ്മ ലഭിക്കുകയും ധർമ്മം കുഴിച്ചുമൂടുകയും ചെയ്യപ്പെടുന്ന കാലമായാൽ, അൻസലല്ലാഹു ബഅസഹു ബിഅഹ്ലിൽ അർദ്. അല്ലാഹു തന്റെ ശിക്ഷ ഭൂമിയിലേക്ക് ഇറക്കുന്നതാണ്. അല്ലാഹുവിന്റെ ശിക്ഷ മേൽഭാഗത്ത് നിന്ന് വരും. എന്താ ശിക്ഷ? ഒന്ന് ചൂട് കൂടുക, മറ്റൊന്ന് മഴ കുറഞ്ഞു പോവുക. പിന്നെ എല്ലാ അർത്ഥത്തിലും മനുഷ്യ സമൂഹത്തിന് തിന്മ വന്ന് ചേരുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചില ആളുകളൊക്കെ എന്നോട് പറഞ്ഞു, ഉസ്താദേ അത് ഓന് കിട്ടേണ്ടതാ, ഓൻ മറ്റോ പുതിയാപ്പിള പോകുമ്പോൾ അതിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട്, അവന് കിട്ടേണ്ടതാണ്, എന്നാലും ചെയ്യേണ്ടതാണ്, അവന് കിട്ടേണ്ടതാണ്. അവൻ മറ്റവന്റെ സുഹൃത്ത് പോകുമ്പോൾ അവൻ അതിനേക്കാളും വലിയ കളി കളിച്ചവനാണ്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? അങ്ങനെയുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ കല്യാണത്തിന് വിളിക്കരുത്. അങ്ങനെയുള്ളവർ സുഹൃത്തുക്കളെ നിങ്ങൾ വിവാഹത്തിന് പുതിയാപ്പിള പോകുമ്പോൾ കൊണ്ടുപോകാൻ പാടില്ല. റഹ്മർറാഹിമീനായ അല്ലാഹുവേ, നല്ല സുഹൃത്തുക്കളെ വിഷമഘട്ടത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന, സന്തോഷത്തിലും നമ്മളോടൊപ്പം സന്തുഷ്ടരായി നിൽക്കുന്ന അല്ലാഹുവേ, സൗഹൃദ വലയങ്ങളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. പടച്ച റബ്ബേ, മറ്റു ജനങ്ങൾക്കിടയിൽ ഞങ്ങളെ മാനസികമായി കുത്തിനോവിക്കുന്ന സൗഹൃദ ബന്ധങ്ങളെ ഞങ്ങൾക്ക് നീ നൽകല്ലേ റബ്ബേ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു രംഗമെന്ന പുതിയാപ്പിള ഒരുപാട് ഭാഗങ്ങളുണ്ട് പറയാൻ. ഞാൻ അല്പം പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി എന്തൊക്കെ അധർമ്മങ്ങളുണ്ടോ എല്ലാം നിങ്ങൾ ഇതിനോട് കൂട്ടി വായിച്ചു നോക്കിയാൽ അതിലെ ധർമ്മത്തിന്റെ ഭാഗമേത് അധർമ്മത്തിന്റെ ഭാഗമേത് എന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയും. പിന്നുണ്ടല്ലോ പുതിയാപ്പിള പോണൊരു രംഗം, അതൊരു വല്ലാത്ത രംഗാണ്. പുതിയാപ്പിള പോകുന്ന പാവം റസാഖ് ഹാജിയും
റസാഖ് ഹാജിയുടെ കല്യാണവും അതിൽ കുടുങ്ങിപ്പോയോ എന്ന് ഞാൻ വിചാരിക്കാൻ. പക്ഷേ റസാഖ് ഹാജി ഇവിടെ ഉണ്ടല്ലോ, ധർമ്മം കാണിച്ച, ധൈര്യം കാണിച്ച മനുഷ്യനാണ് അദ്ദേഹം. ധൈര്യം കാണിച്ചു. പുതിയാപ്പള്ളിനെ സ്വീകരിച്ചു. പുതിയാപ്പള്ളിയുടെ കൂടെയുള്ള തമ്മാടികളോട് പറഞ്ഞു, ഈ തമ്മാടിത്തരം അവസാനിപ്പിച്ചില്ലെങ്കിലല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് കയറണ്ട എന്ന് പറയാൻ ആർജവം കാണിച്ച ഒരു പെണ്ണിന്റെ പിതാവെങ്കിലും ഉണ്ടായല്ലോ. നമ്മളൊക്കെ ആർജവം കാണിച്ചാൽ തമ്മാടിത്തരങ്ങൾ നിൽക്കും. ഞാൻ ഓർക്കുന്നു, മറ്റൊരിക്കൽ ഇതേപോലൊരു ധർമ്മം നടന്നു. വീട്ടിക്ക് മഹാത്തമ്മാടികളെയും കൂട്ടിയിട്ടാ പുതിയാപ്പള വരുന്നത്. വാപ്പ പറഞ്ഞു, സ്റ്റോപ്പ്, ഈ തമ്മാടിത്തരയിട്ട് ഇങ്ങോട്ട് കയറാൻ സമ്മതിക്കൂല. ഇവരില്ലാതെ നീ ഇങ്ങോട്ട് വരാണമെന്നോ, അല്ലെങ്കിൽ അത് നിർത്തിവെക്കണം. അപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് ഒഴിവാക്കാൻ പറ്റൂല, എന്നാൽ നിന്നെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു, നിക്കാഹില്ല, നീ തിരിച്ചുപോയിക്കോ എന്ന് പറഞ്ഞപ്പോ തമ്മാടികളായ ചെറുപ്പക്കാരുടെ കൂടെ തിരിച്ചുപോയി. ആ വിവാഹം നടന്നില്ല, നിക്കാഹ് നടന്നില്ല. അങ്ങനെയുള്ള പിതാക്കന്മാരുണ്ടല്ലോ. കുടുംബക്കാർ ചിലപ്പോൾ രണ്ടഭിപ്രായം പറഞ്ഞവരുണ്ടാകുമെന്നാൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നെക്കുറിച്ച് ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ. ഏതാണ് അഭിപ്രായം എന്നറിയോ? നീ റസൂലുള്ളാഹിന്റെ യഥാർത്ഥ ഉമ്മത്താണ്, റസൂലുള്ളാഹിന്റെ യഥാർത്ഥ അനുയായിയാണെന്ന ഒരൊറ്റ അഭിപ്രായമേ അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നെക്കുറിച്ചുള്ളൂ. നാട്ടുകാർ പറയും 4 പോക്കാൾ ഓൻ ചെയ്യണമെന്ന് ചെലോലിക്കും. അതൊക്കെ അതിന്റെ ഭാഗമല്ലേ, ഇനിയിപ്പോ അത്ര ദേഷ്യം പിടിക്കണമെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ 2-3 വിഭാഗം ഉണ്ടാവും. എന്നാൽ അള്ളാഹുവിന്റെ പടച്ചറബിന്റെ സന്നിധിയിൽ നിന്നെക്കുറിച്ച് 2 അഭിപ്രായമില്ല, ഒരേ ഒരു അഭിപ്രായമേ ഉള്ളൂ. നാളെ ആഖിറത്തിൽ വരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈ പുഞ്ചിതൂരി പിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയും. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിയതി ഷഹീദ്. എന്റെ സമൂഹത്തിൽ അധർമ്മങ്ങൾ കൊടികുത്തി വാഴുമ്പോൾ, എന്റെ സുന്നത്തുകൾ കുഴിച്ചു മൂടപ്പെടുമ്പോൾ, അത് ജീവിപ്പിക്കാൻ വേണ്ടി, അതിനു വേണ്ടി ത്യാഗം ചെയ്യുന്ന ആളുകൾ അവരുടെ സ്ഥാനം ശുഹദാക്കളോടൊപ്പമാണ്. ഉഹദിലും ബദറിലും ഹുനൈനിലും ഖന്തക്കിലും ഷഹീദായി കിടക്കുന്ന ശുഹദാക്കളോടൊപ്പമാണ് അവരുടെ സ്ഥാനം എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, പുതിയാപ്പിള പോകുമ്പോ ചിലർക്ക് പാടിയെങ്കിലേ പുതിയാപ്പിള പോക്കാവുള്ളൂ, പാടിയിട്ടില്ലെങ്കിൽ പുതിയാപ്പിള പോക്കാവൂല. ഞാനും യമാനിസാക്ക, മൂപ്പര് കോഴിക്കോട് ജില്ലക്കാരനാണ്, ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. എന്റെ നാട്ടിൽ ഒരു കല്യാണത്തിന് ഇവിടുന്ന് മട്ടന്നൂരിൽ നിന്ന് ചില ആളുകൾ വന്നിട്ട് എന്റെ ഒരു കുടുംബത്തിലെ കല്യാണം കണ്ട് പുതിയാപ്പിള ഇറങ്ങണമൊക്കെ കണ്ടിട്ട് ഓല് പറഞ്ഞു, മരിച്ച മയ്യത്ത് കൊണ്ടോണം മാതിരി ഉണ്ടല്ലോ, യാതൊരു മിണ്ടാട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ? എന്നോട് പറഞ്ഞു, പാടിയാലല്ലേ പുതിയാപ്പിള പോക്കാവുള്ളൂ. പാടണം, കയ്യൊന്നു കൊട്ടണം. പഴയ കാലത്ത് അങ്ങനെയുണ്ട്, നല്ല പാട്ടാണെ കുഴപ്പമൊന്നുമില്ല. കൈ കൊട്ടുക, കറാഹത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെങ്കിലും ഒപ്പിച്ചു പോയിരുന്നു. അവിടുന്ന് പോയി. ഇന്ന് പാടുന്നതും മഹാമോശം. ചെണ്ട കൊട്ടിയിട്ടാണ് പുതിയാപ്പിളയെ കൊണ്ടുപോകുന്നത്, ചെണ്ട കൊട്ടിയിട്ടാണ്. കേൾക്കണേ, ഹദീദ് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. പാടണ ആരെങ്കിലും ഉണ്ടോ? ഓലി ഇത് കേട്ടിട്ട് ഇഞ്ഞു പാടിയ മതി, ഈ ഹദീസ് മനസ്സിൽ വെച്ച് പാടിയ മതി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്, അൽ ഗനാഉ പാട്ടുകൾ യുംബിതുൻ നിഫാഖ്, മനുഷ്യ മനസ്സിൽ കാപട്യമുണ്ടാക്കാൻ കാരണമാകും. പാട്ടുകൾ മനുഷ്യ മനസ്സിൽ കാപട്യമുണ്ടാകും. കമാ യുംബിതുൽ മാഉ അസ്സറഅ, വെള്ളം കൃഷിയെ മുളപ്പിക്കുന്ന പോലെ പാട്ടുകൾ ഖൽബിൽ കാപട്യത്തെ മുളപ്പിക്കുന്നതാണ്. വദ്ദിക്റു യുംബിതുൽ ഈമാന ഫിൽ ഖൽബ്, ദിക്ർ ഖൽബിൽ ഈമാൻ മുളപ്പിക്കും. കമാ യുംബിതുൽ മാഉ അസ്സറഅ, വെള്ളം കൃഷിയെ മുളപ്പിക്കുന്ന പോലെ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇനി പാടുന്നവരൊക്കെ, പാടിപ്പിക്കുന്നവരൊക്കെ ഇത് ശരിക്കും മനസ്സിൽ വെച്ച് പാടിയാൽ മതി. അൻ അബീ ഉമാമ റളിയല്ലാഹു അൻഹു, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാ, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല, പുണ്യനബി പറഞ്ഞു, മാ റഫഅഹദുൻ സൗതഹു ബിഗനാഇൻ, ആരാണോ പാട്ടുകൊണ്ട് തന്റെ ശബ്ദം ഉയർത്തുന്നത്, അതായത് പാട്ട് പാടുന്ന ആൾ, ഒരാൾ പാട്ട് പാടാൻ തുടങ്ങിയാൽ, ഇല്ലാ ബഅഥല്ലാഹു അസ്സ വജല്ല ഇലൈഹി ശൈത്താനൈൻ, ഈ പാട്ട് പാടുന്ന ആളുടെ ശരീരത്തിലേക്ക് അല്ലാഹു 2 പിശാചുക്കളെ അയക്കുന്നതാണ്.
ഒരാൾ പാട്ടുപാടാൻ തുടങ്ങിയാൽ ഇത് ഞാൻ എന്റെ വാക്കു പറയില്ല, അത് അയാൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതല്ലേ എന്ന് പറയണ്ട. 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു തരാൻ ആരാണോ എന്റെയും നിങ്ങളുടെയും കൈപിടിച്ച് ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തേണ്ടത് ഹബീബ പറഞ്ഞു തരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേണമെങ്കിൽ കേൾക്കാം കല്യാണത്തിൽ അധർമ്മങ്ങൾ കാണിക്കുന്നവരെ, വേണമെങ്കിൽ തള്ളിക്കളയാം, തള്ളിക്കളഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കാണെന്ന് ഓർത്തിട്ട് ചെയ്താൽ മതി. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ ഒരാളെ പാടാൻ തുടങ്ങിയാൽ പാടിയിട്ടയാളുടെ ശബ്ദം അയാൾ പൊക്കുമ്പോൾ അല്ലാഹു 2 പിശാചുക്കളെ അയാളിലേക്ക് നിയോഗിക്കുന്നതാണ്. ആ 2 പിശാചുക്കളും വന്നിട്ട് യജ്ലിസാനി അലാ മൻകിബൈ, ഈ ആളുടെ 2 ചുമലിലും വന്നിരിക്കും. യഗ്രിബാനി എന്നിട്ട് ഈ 2 പിശാചുക്കളും ഈ തോളിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് ആ പിശാചുക്കളുടെ ബിഅഖാബിഹിമാ, ആ 2 പിശാചുക്കളും അവരുടെ കാലിന്റെ മടമ്പ് കൊണ്ട് അലാ സുദ്രിഹി, യഗ്രിബാനി അലാ സുദ്രിഹി, കാലിന്റെ മടമ്പ് കൊണ്ട് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നവന്റെ നെഞ്ചത്ത് ഈ പിശാചുക്കൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ പിശാചുക്കൾ അടി നിർത്തുന്നത്? എപ്പോഴാണോ ഇവൻ പാട്ട് നിർത്തുന്നത് അപ്പോഴാണ് പിശാചുക്കൾ പാട്ട് നിർത്തുന്നത്, പിശാചുക്കൾ അടി നിർത്തുന്നത്. അപ്പൊ പറഞ്ഞതിനർത്ഥ പാട്ടുപാടി ചണ്ട കൊട്ടി പോവാണോ? നിന്റെ കൂടെ ശൈത്താനുണ്ട്. ആരാ പറയുന്നത്? ലോകത്തിന്റെ ഒരു പിശാചിനെ കണ്ട മുഹമ്മദ് മുസ്തഫ. കാണാത്ത ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ശൈത്താനുണ്ടടാ നിന്റെ കൂടെ. നീ അങ്ങനെ തന്നെയാണ് ചണ്ട കുട്ടിയ ഭാര്യ വീട്ടിലേക്ക് പോയതെങ്കിൽ നീ ആദ്യമായി നിന്റെ ഭാര്യ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുന്നത് പിശാചിനെയാണ്. അങ്ങനെ തന്നെയാണ് നിന്റെ കൂടെയുള്ളവർ അറയിലേക്ക് നിന്നെ ചണ്ട കൊട്ടിയ കൊണ്ടുപോയതെങ്കിൽ, പാട്ടുച്ചത്തിൽ പാടിയിട്ട് ചണ്ട കൊട്ടിയാണടാ നീ അറയിലേക്ക് കയറിയതെങ്കിൽ നീ അറയിലേക്ക് ആദ്യമായി കൊണ്ടുപോയത് അല്ലാഹുവിന്റെ ശത്രുവായ പിശാചിനെയാണെന്ന് ലോകത്തിന്റെ ഒരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരാം. ഇതൊന്നും ഉമ്മത്ത് കേട്ടിട്ടില്ലേ? ഇതൊന്നും എന്റെ ചെറുപ്പക്കാരെ നമ്മളല്ലാതെ വേറെ ആര് നടപ്പിൽ വരുത്താനാണ്? അതുകൊണ്ട് പാട്ട് എന്തിനായി? ഇനി പാടുണ്ടോ? നല്ല പാട്ടുകൾ പാടിക്കോളൂ. യാ നബി, അതൊക്കെ നമുക്ക് ഫാഷൻ, മോശം, ഔട്ട് ഓഫ് ഫാഷൻ. യാ നബി സലാം അലൈക്കും, എനിക്ക് പഴയ രീതിയാവും വരാ. നിങ്ങൾ പുതിയ ഇനത്തിൽ പാടിക്കോളൂ, കുഴപ്പമില്ല. തലഅൽ ബദറു അലൈനാ മിൻ സനിയാതി വദാഇ, എന്തെങ്കിലും ഒരു ഒച്ചടണം എന്നാണ് നിങ്ങൾക്ക് താല്പര്യം, എന്നാലേ പുതിയാപ്പള പോണമാതിരി ആവുള്ളൂ തോന്നാ. ഇത് ഒച്ചനല്ലേ, പക്ഷെ ഇത് നല്ല ഒച്ച, നല്ല കൂലി കിട്ടുന്ന ഒച്ചയാണ്. നീ മറ്റൊരു പാടുന്നത് വളരെ മോശമായ പാട്ട്. എന്താ? ഒരു പാട്ടുണ്ട്, ലങ്കി മാറിയുന്നോളെ തന്നെ. ഞാനൊരു വീട്ടിൽ പോയി നിക്കാഹിന് പോയിട്ടിരിക്കാം, പുതിയാപ്പിളാരുണ്ട്. ഇവല് വന്നിട്ട് കേറി വീട്ടിൽ നിന്ന് ഇറങ്ങണ വരെ ലങ്കി മാറിയും. ഓള് ലങ്കി പറഞ്ഞോട്ടോ, അനക്കെന്താ? നിനക്കെന്താ? ഒരു പെണ്ണിന്റെ സൗന്ദര്യം വെളിച്ചത്ത് പറയുകയോ? ഒരു പെണ്ണിന്റെ സൗന്ദര്യം വെളിച്ചത്ത് പറയാൻ പാടുണ്ടോ? ഇല്ല. നീ ലങ്കി മാറിയുന്നോളെ എന്ന് പറഞ്ഞവൾ സൗന്ദര്യം ഉള്ളവളാണെന്ന് വെക്ക, നീ ആ രഹസ്യം പൊളിച്ചു പറയുന്ന തമ്മാടിയാണ്. ഇനി ഇല്ലാന്ന് വെക്ക, നീ ഏറ്റവും വലിയ കളവ് പറയുന്ന ആളായി. ലങ്കി മാറി. പിന്നെ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, ഷക്കൂറു സുന്ദരന, അതോ വല്ലാത്ത സുന്ദരന. എവിടെയുണ്ട് അള്ളോന്ന്? എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ അള്ളോ എന്നുള്ളതുകൊണ്ട് പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാവും. ഇതിനൊക്കെ വല്ല അർത്ഥമുണ്ടാവും? ഉമ്മത്ത് ചിന്തിക്കണ്ടേ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ഉമ്മത്ത് എന്തെങ്കിലും ചെയ്യാനുള്ളവരാണോ? ലോകത്തിന് എല്ലാ അധർമ്മങ്ങളും വിഭാവനം ചെയ്ത ഉമ്മത്തല്ലേ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത്. നമുക്കറിയോ, ഈജിപ്തിലൂടെ ഒഴുകിപ്പോകുന്ന നൈൽ നദിക്ക് കത്തഴിച്ച ആളാ റസൂലുള്ളാഹിന്റെ അടിയായ സയ്യിദുനാ ഉമർ. പറയൂ സയ്യിദുനാ ഉമർ, പറയൂ സയ്യിദുനാ ഉമർ. ഏത് ഉമർ എന്നറിയോ? റസൂലുള്ളാഹിനെ കൊന്നിട്ട് 100 ഒട്ടകം വാങ്ങണം എന്ന് പറഞ്ഞു പോയ ആളായിരുന്നു ആ ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമറിന്റെ കൽബിലേക്ക് ഖുർആൻ വെളിച്ചം വിതറിയപ്പോൾ ഉമറാകെ മാറിപ്പോയി. ആ ഉമർ മാറിയെന്നല്ല, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലാണ് ഈജിപ്തിൽ ഇങ്ങനൊരു അധർമ്മം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഈജിപ്തിലെ നൈൽ നദിയിലേക്ക്, നൈൽ നദി ഓരോ കൊല്ലവും കര കവിഞ്ഞൊഴുകുമ്പോ സുന്ദരിയായ ഒരു പെൺകുട്ടിയാ നൈൽ നദിയിലേക്ക് വലിച്ചെറിയും ഈജിപ്തുകാർ. എത്ര ജീവൻ നൈൽ നദിയിൽ പോയിട്ടുണ്ട്. ഈ അധർമ്മത്തെക്കുറിച്ച് ആരറിഞ്ഞുവെന്നറിയോ? ലോകത്തിന്റെ ഗുരുവിന്റെ പ്രിയപ്പെട്ട അങ്ങായി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയാനിടയായി. എല്ലാ ധർമ്മങ്ങളും ലോകത്ത് നിന്ന് വിഭാവനം ചെയ്യാൻ വന്ന പുണ്യനബിയാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു. അറിഞ്ഞ പാടെ
കേൾക്കണോ? ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തതെന്താ? ഒരു പേപ്പർ എടുത്തു, ആ പേപ്പറിൽ ഒരു കത്തെഴുതിയിട്ട് നെയിൽ നദിയോട് പറയാൻ, മഹാനായ മാണിയൂർ ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ദുആക്ക് നേതൃത്വം നൽകുന്നത് മഹാനായ ഉസ്താദ് അവറുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടെ ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ആലിമീങ്ങൾക്കൊക്കെ നീ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ തന്നെ എത്രയോ വളരെ വിഷമം പിടിച്ച രോഗവും പ്രയാസങ്ങളുമുള്ള എത്രയോ ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഒരു ഗേഹമായി വീടായി അല്ലാഹു മഹാനവറുകളുടെ വീടിനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലുമാണ്. അല്ലാഹുവേ, പറയുന്നതിലും ചെയ്യുന്നതിലുമൊക്കെ നീ ഏറെ ശിഫാവും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പാടുന്നവർ ഇത് മനസ്സിലാക്കിയിട്ട് പാടിയാൽ മതി എന്ന് ഓർമ്മപ്പെടുത്താനാണ്. അതേപോലെ പുതിയാപ്പള വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഭാര്യ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു രംഗമുണ്ട്. ഭാര്യ വീട്ടിലേക്ക് ഞാൻ ഇന്നും മറന്നുപോയിട്ടില്ല. ഞാൻ ആ വിവാഹത്തിന്റെ വേദിയിൽ പോയി നിൽക്കുന്നത്. നിക്കാഹ് നടക്കാൻ പോവാൻ പുതിയാപ്പള വരുന്നുണ്ട്. വേദിയിലേക്ക് ചെന്നു. ആ വീട്ടിലിങ്ങനെ ഇരിക്കാൻ പുതിയാപ്പള വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ, പുതിയാപ്പളല്ലേ, മാന്യമാണല്ലോ സ്വീകരിക്കാന്നുള്ളത്. എന്നോടൊരാൾ പറഞ്ഞു, ഉസ്താദ് അവിടെ തന്നെ ഇരുന്നോളി. ഞാൻ എഴുന്നേറ്റു സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോ എന്നോടൊരാൾ പറഞ്ഞു, ഉസ്താദേ സ്വീകരിക്കാൻ പോകണം, അങ്ങോട്ട് മാറിനാളി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ? എന്നോട് എന്താണ് ഇപ്പൊ ചോദിക്കേണ്ടത്, ഞാൻ പറഞ്ഞുതരാ. പുതിയാപ്പള അങ്ങോട്ട് വരട്ടെ, ബാക്കിയപ്പം മനസ്സിലാവും എന്ന് പറഞ്ഞു അയാൾ. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പുതിയാപ്പള വീട്ടിലേക്ക് കയറി വരണോ. പുതിയാപ്പള കയറി വരുമ്പോ നിങ്ങൾ ചിന്തിക്കണം, ഒരു പുതിയാപ്പള ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ. ഒരു പുതിയാപ്പള, എത്രയോ പുതിയാപ്പള വരുന്ന രംഗം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പുതിയാപ്പള ഇങ്ങനെ കയറി വന്ന് വീട്ടിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ഈ കുട്ടിയുടെ വാപ്പ സ്വീകരിക്കാൻ ചെല്ലുകയാൻ. ഏത് കുട്ടിയുടെ? വിവാഹിതയാകാൻ പോകുന്ന ഈ പെണ്ണിന്റെ വാപ്പ സ്വീകരിക്കാൻ ചെല്ലുകയാണ്. ആരെ? പുതിയാപ്പളെ ആദ്യമായി തന്റെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുന്ന പിതാവ് നല്ല പുതിയ ഡ്രസ്സ് അണിഞ്ഞിട്ടുണ്ട്. എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് തന്റെ പൊന്നുമോളെ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ ധരിക്കാനുള്ള വസ്ത്രം എന്ന നിലക്ക് വാങ്ങിക്കൊണ്ടുപോയി വെച്ച നല്ല പുതിയ ഡ്രസ്സാണ്. അതിട്ടിട്ടാണ് പുതിയാപ്പളയെ സ്വീകരിക്കാൻ പോകുന്നത്. മാത്രമോ, നിങ്ങൾ ചിന്തിക്കണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരാൾ ഒരു മകളെ കല്യാണം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആഴം ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാനത് ചിന്തിച്ചത്, ഞാൻ ഒരു സ്ഥലത്ത് പോയി നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന സമയത്ത്, നിക്കാഹ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഈ പെണ്ണിനെ നിക്കാഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെണ്ണിന്റെ പിതാവ് കരഞ്ഞു. നിക്കാഹിന്റെ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ മോൾ ഇന്ന ആളെ ഞാൻ കല്യാണം ചെയ്തു, നിങ്ങൾക്ക് കല്യാണം ചെയ്തു തന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ കരയുന്നു. നിക്കാഹൊക്കെ കഴിഞ്ഞ് ദുആ കഴിഞ്ഞപ്പോ ഞാൻ അയാളെ രഹസ്യമായി വിളിച്ചു. ഞാൻ കരുതിയത് സാമ്പത്തികം ഒക്കാത്തത് കൊണ്ട് എന്തോ പ്രയാസം കൊണ്ടായിരിക്കും കരയുന്നത്. ഞാൻ അയാളെ വിളിച്ചിട്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരഞ്ഞത്? വല്ല ബുദ്ധിമുട്ടും പ്രയാസമുണ്ടോ? ഇയാൾ എന്നോട് പറഞ്ഞു, വല്ല ഉസ്താദേ, ബുദ്ധിമുട്ടുകൊണ്ട് കരഞ്ഞതല്ല, എനിക്കാകൊരു മോളാ ഉള്ളത്. 18 കൊല്ലം ഞാൻ ആ പൊന്നുമോളെ എന്റെ കണ്ണിന്റെ ഹിമവെട്ടാതെ സംരക്ഷിച്ചു പോന്ന പൊന്നുമോളാണ്. ഇയാൾ പറയണം എന്നോട്, 18 കൊല്ലം ഞാൻ എന്റെ പൊന്നുമോളെ കണ്ണിന്റെ ഹിമവെട്ടാതെ സംരക്ഷിച്ചു പോക്കിയ മോളാണ്. ഉസ്താദേ, ഒരാഴ്ച മുമ്പ് പരിചയപ്പെട്ട ചെറുപ്പക്കാരനാണ്. അവന്റെ സ്വഭാവം എന്താണെന്നറിയില്ല, അവന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താണെന്നറിയില്ല. ഒന്ന് പോയി നോക്കിയൊക്കെ വന്ന് ബാഹ്യമായി ഇഷ്ടപ്പെട്ട പാട് കല്യാണം ചെയ്തു കൊടുത്തു എന്നല്ലാതെ എന്റെ പൊന്നുമോരുടെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞുപോയത്. അയാളത് പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് 2 പെൺമക്കളുണ്ട്. ഞാൻ സ്വന്തം ചിന്തിച്ചതെങ്ങനെയാണ്? പഠിച്ചോനെ, 18 വയസ്സാകുമ്പോ എന്റെ പൊന്നുമോളെ ഞാൻ എങ്ങനെയാണ് വേറൊരാൾക്ക് പിടിച്ചു കൊടുക്കുക? ഏറ്റവും വലിയ പരീക്ഷണമല്ലേ അത്? മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് പരീക്ഷിക്കാനെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷിക്കാനാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത്. ഏറ്റവും വലിയ പരീക്ഷണം എന്താ? 18 കൊല്ലം കണ്ണിന്റെ ഹിമവെട്ടാതെ പൊന്നുപോലെ നോക്കി സംരക്ഷിച്ച പൊന്നുമോളെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരുത്തന് പിടിച്ചു കൊടുക്കുക, നിക്കാഹ് ചെയ്തു കൊടുക്കുക, നമ്മുടെ കരൽ പറിച്ചു കൊടുക്കുന്ന പോലെ. അതോ അവസാനിച്ചോല്ല, വെറുതെ കൊടുക്കല്ല. 50 പവൻ ശരീരത്തിൽ ഇങ്ങനെ അണിയിച്ച് നമുക്ക് വേണ്ടി എത്ര സുന്ദരമായി നിർത്തിയിരിക്കുന്നു. 50 പവൻ ശരീരത്തിൽ വാപ്പ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. വാപ്പ 5 ലക്ഷം കടക്കാരനാണെങ്കിലും തന്റെ മകരുടെ ശരീരത്തിൽ ആ സ്വർണം കണ്ടപ്പോ വാപ്പാക്കെന്തോ ഒരു സന്തോഷം.
നല്ല സ്വർണ്ണാഭരണങ്ങൾ അണിയിച്ചു നിർത്തി. 4 ലക്ഷത്തിന്റെ അറ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരുക്കി വെച്ച് കരൾ പറിച്ചു കൊടുക്കുന്ന പോലെ തന്റെ പൊന്നുമോളെ പറിച്ചു നൽകിയ പിതാവിന് നൽകേണ്ടത് ചെണ്ടകൊട്ടലാണോ? ഞാൻ ആലോചിക്കാം, ഈ പുതിയാപ്പിളയുടെ കയറി വന്ന സമയം പുതിയാപ്പിളയുടെ ചുറ്റുഭാഗത്തുണ്ടായിരുന്ന ചെറുപ്പക്കാർ ബബിൾ സ്പ്രേ പൊട്ടിക്കുകയാണ്. ബബിൾ സ്പ്രേ പൊട്ടിച്ചപ്പോ ഈ പിതാവിന്റെ ശരീരത്തിൽ ഇയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ വിവരണമായി പോയി, പല കളറുകളായി പോയി. ഇയാൾ സൈക്കിളിൽ നിന്ന് വീണ പോലെ ഒരു ചിരിച്ചിരിച്ചു. എന്നിട്ട് അയാൾ വീട്ടിന്റെ അകത്തേക്ക് പോയിട്ട് താൻ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോ ധരിക്കാൻ വേണ്ടി തയ്യാർ ചെയ്ത വസ്ത്രം മാറ്റിവെച്ചിട്ട് പഴയ ഡ്രസ് ഇട്ടുവെന്നാണ് അയാൾ നിക്കാഹിന് വേണ്ടിയിരിക്കുന്നത്. ഇതാണോ ധർമ്മം? നിനക്ക് വേണ്ടി കരൾ പറിച്ചു തരുന്ന പോലെ പൊന്നുമോളെ പറിച്ചു തരുന്ന ആൾക്ക് നീ ബബിൾ സ്പ്രേ ആണോ പകരം കൊടുക്കേണ്ടത്? നീ കൊടുക്കേണ്ടത് ചെണ്ടകൊട്ടലാണോ? നീ തെമ്മാടികളുമായിട്ടാണോ നിനക്ക് കരൾ പറിച്ചു തരുന്ന പിതാവിന്റെ മുമ്പിലേക്ക് അല്ലേ പൊന്നുമോളെ പറിച്ചു തരാന്ന് പറഞ്ഞാൽ 18 കൊല്ലം പൊന്നുപോലെ സംരക്ഷിച്ച മോളെ നിനക്ക് വേണ്ടി ഒരു സുപ്രഭാതത്തിൽ സ്വർണ്ണാഭരണങ്ങൾ നീച്ച് എല്ലാ സൗന്ദര്യത്തിലും ഒരുക്കി നിർത്തിയിട്ട് നിനക്ക് തരുന്ന ആ പിതാവിന് നീ കൊടുക്കേണ്ടതടാ. അവിടെ പോയിട്ട് നിന്റെ പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്ന അറയിലെ സാധനങ്ങൾ മുഴുവൻ കേടുവരുത്തി, AC-യുടെ പൈപ്പ് ഊരിപ്പിടിച്ചു, ഫാൻ പൊട്ടിച്ചു കളഞ്ഞു, കിടക്കയിൽ മുഴുവൻ എണ്ണ ഒഴിച്ചു വെച്ചു. നിന്നിട്ട് നീ അധർമ്മം കാണിച്ച കണ്ണാടികളുമായിട്ടാണോ നീ ഭാര്യ വീട്ടിലേക്ക് പോകേണ്ടത്? ഇതാണോ നമ്മൾ ചെയ്യേണ്ടത്? എന്ത് ധർമ്മമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തു ധർമ്മത്തിന്റെ ആളുകൾ എന്നാണ് നമ്മൾ പറയുന്നത്? മഹാനായ ഉസ്താദ് അവர்கள் വന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, ഇതൊക്കെ പിടിക്കുന്നൊരു ദിവസമുണ്ട്. അല്ലാഹു പറയാൻ, ലാലിമീങ്ങളെ ഞാൻ അങ്ങനെ ഊരിവിടും, ലാലിമീങ്ങളെ ഞാൻ അങ്ങനെ അയച്ചു വിട്ടുകൊടുക്കും. അവസാനം ഞാൻ അവരൊരു പിടുത്തം പിടിച്ചാൽ പിന്നെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു നമ്മളെ അറിയിച്ചതാണ്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. കല്യാണ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നവരെ, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമികൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ കാണിക്കുന്ന അക്രമം അല്ലാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. 16 നൂറ്റാണ്ട് മുമ്പ് എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് അല്ലാഹു പറയാൻ, എടാ നീ ചെയ്യുന്ന ഈ അധർമ്മമൊന്നും ഞാൻ കാണുന്നില്ല എന്ന് നീ വിചാരിക്കണ്ട. ഭാര്യ വീട്ടിൽ പോയിട്ട് അറയിൽ കയറിയിട്ട് കട്ടിലിൽ കയറി നിന്ന് കട്ടിലിനെ പൊട്ടിച്ചു. വാഷ് ബേസിനിൽ കയറിയിട്ട് നീ ബാത്റൂമിൽ കയറിയിട്ട് ടോയ്ലറ്റിന്റെ ഭാഗങ്ങൾ നീ അടിച്ചു പൊളിച്ചോ. ഇതിനൊക്കെ നീ പേരിട്ടത് ജോലി. ലക്ഷങ്ങൾ കടത്തിലായി തന്റെ പൊന്നുമോളെ കല്യാണം ചെയ്തേക്കാൻ യാതന അനുഭവിക്കുന്ന പിതാവിന്റെ നെഞ്ചത്ത് നീ കത്തിയെടുത്ത് കൊടുത്ത് കുത്തലാണതാ ഇതിനേക്കാളും നല്ലത് എന്ന് തോന്നിപ്പോകും. നിന്റെ അക്രമത്തിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. അനന്തരഫലങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. മഹാനായ ഉസ്താദ് അവர்கள் ദുആക്ക് നേതൃത്വം കൊടുക്കാനായി ഇവിടെ വന്നു നിൽക്കുന്നല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബാ അതദറൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരൻ എന്ന് നിങ്ങൾക്കറിയാമോ സ്വഹാബ? അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, നബിയേ മല്ലാ ദിർഹമ ലഹു വല. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബികൾ പറഞ്ഞു, നബിയേ മല്ലാ ദിർഹമ ലഹു വല മതാ, ദിർഹമും ദീനാറും ഒന്നുമില്ലാത്ത, ചെല്ലിക്കാശിക്ക് വകയില്ലാത്തവനാണ് നബിയേ മുഫ്ലിസ്, പാപ്പരൻ എന്നവർ പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് അവരോട് പറഞ്ഞു, ഫഖാല അല്ല ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ചില പാപ്പരന്മാരുണ്ട്. ആരാണത്? മയ്യതി യൗമൽ ഖിയാമ ബിസ്വലാത്തിൻ വസകാത്തിൻ വസിയാമിൻ വഹജ്ജിൻ. എന്തൊരു വർത്താനാ പുണ്യനബി പറയുന്നത്. എന്റെ ഉമ്മത്തിൽ ചില പാപ്പരന്മാരുണ്ട്. യഅതി യൗമൽ ഖിയാമ, അവർ ഖിയാമത്ത് നാളിൽ വരും. ബിസ്വലാത്തിൻ, വല നിസ്കാരമൊക്കെ കൃത്യ, ഇതൊക്കെ കഴിഞ്ഞിട്ട് പുതിയാപ്പിളായിട്ട് അസ്റാൻ കൊടുക്കണ്ടോ? ഈ തമ്മാടിത്തര കളിച്ചിട്ട് പിന്നെ അടുത്തുള്ള പള്ളി കയറിയിട്ട് അസ്റും നിസ്കരിച്ചിട്ടാണ് പോണത്. മറ്റതൊക്കെ ജോലി, ഇതൊക്കെ ഇബാദത്തൊന്നാവും കൂട്ടിയത്. ബിസ്വലാത്തിൻ, നിസ്കാരമുണ്ടവന്റെ കയ്യിൽ. വസകാത്തിൻ, നോമ്പുണ്ട്. സകാത്തുണ്ട്. വസൗമിൻ, നോമ്പുണ്ട്. വഹജ്ജിൻ, ഹജ്ജുണ്ട്. ഫയഅതി, അങ്ങനെ വന്നാളെ മഹ്ശറയിൽ വരും. വഖദ് ശതമഹാദ,
ഇവൻ വേറൊരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വാഹദ മാലഹാദ, വേറൊരാളുടെ സ്വത്ത് ഇയാൾ പിടിച്ചെടുക്കുകയോ കേടുവരുത്തുകയോ ചെയ്തിട്ടുണ്ട്. ഇവന്റെ അഭിമാനം പിച്ചു ചീന്തിയിട്ടുണ്ട്. എന്റെ അഭിമാനം പിച്ചു ചീന്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവൻ മശ്റയിൽ വരുന്നത്. ഇവനെ അടിച്ചിട്ടുണ്ട്. ഇവനെ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിവിടെ പറ്റൂല എന്ന് പറഞ്ഞപ്പോ അടിയുണ്ടാക്കി. വേറൊരുത്തന്റെ രക്തം കുത്തി ഒലിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ വരുന്നു. ഇങ്ങനെ പരാതിക്കാർ പാടും വരുന്നു. അപ്പോഴാണ് ഈ കല്യാണത്തിന്റെ വീട്ടിലെ അമ്മോഷൻ, പെണ്ണിന്റെ ഭാര്യയുടെ പിതാവ് ഇവിടെ വരുന്നത്. നീ കേടുവരുത്തിയ എന്തൊക്കെ തിന്മകളും അതിക്രമങ്ങളുണ്ടോ അതിനൊക്കെ പകരം അല്ലാഹു നിന്റെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും എടുത്തയാൾക്ക് അല്ലാഹു പകരം കൊടുക്കും. ഫഇൻ ഫനിയത് ഹസനാതുഹു, നന്മ തീർന്നു പോയാൽ ഖബല യുഖ്ലാ മാ അലൈഹി, ഇയാൾക്ക് പരാതിക്കാർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു തീർന്നിട്ടും ആ പരാതിക്കാർ ബാക്കിയാണ്, ഇയാളുടെ അമലുകൾ തീർന്നിട്ടും. എന്നാൽ ഇവരുടെ തെറ്റുകൾ എടുത്തിട്ട് ഈ ഇയാളുടെ ശരീരത്തിൽ വെച്ചു കിട്ടുകയും നരകത്തിൽ അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. ഈ കല്യാണത്തിൽ റാഗിങ് കാണിച്ച ആളുകൾ സിറാത്ത് പാലത്തിലൂടെ നടക്കുന്ന ഒരു രംഗം റസൂലുള്ളാഹി പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണത്തിലെ റാഗിങ് എന്നല്ല, ഏത് റാഗിങ് ആണെങ്കിലും, കോളേജ് കോമ്പൗണ്ടിലെ റാഗിങ് ആണെങ്കിലും സ്കൂളിലെ റാഗിങ് ആണെങ്കിലും റാഗിങ്ങിന് നേതൃത്വം നൽകുന്ന മനുഷ്യന്മാർ ചിന്തിച്ചോളി. ഈ ഹദീസ് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യജൂഉല്ലാലിമു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ അന്ന് അക്രമം ചെയ്ത ആളുകൾ കടന്നു വരും. ഹത്താ ഇദാ കാന അലാ ജസ്രി ജഹന്നം, അങ്ങനെ അവർ നരകത്തിന്റെ അലാ ജസ്രി ജഹന്നം, ഈ സിറാത്ത് പാലത്തിലൂടെ അവർ കടന്നു പോവാൻ. അപ്പോഴാ ലഖീഹുൽ മദ്ലൂമോ, ഇയാളുടെ അക്രമം നേരിടേണ്ടി വന്ന ആക്രമിക്കപ്പെട്ട സാധുവായ മനുഷ്യൻ ഈ സിറാത്ത് പാലത്തിൽ വെച്ച് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടാൻ എന്ന് പറഞ്ഞാല് നമ്മളെ സുഹൃത്തിന്റെ അമ്മോഷണി നമ്മളെയും കാണാം സിറാത്ത് പാലത്തിൽ. ഈ റാഗിങ് നടത്തിയവന്റെ സുഹൃത്തിന്റെ അമ്മോഷനെയും ഇവനും സിറാത്ത് പാലത്തിൽ കാണുകയാണ്. അപ്പൊ കാണുമ്പോ അയാൾ ചോദിക്കത്രേ, മനസ്സിലായോ? മറ്റോ പെട്ടെന്ന് പറയും, തിരിഞ്ഞില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പം പറയും, ആ മനസ്സിലായി, നമ്മളെ ഇന്നാലിന്നവന്റെ ഭാര്യന്റെ അമ്മോഷനല്ലേ? ആ മനസ്സിലായോ? ആ അന്ന് നമ്മളെ AC പൊട്ടിച്ചാളല്ലേ? നിന്റെ AC എന്നല്ലേ പൊട്ടിച്ച്, തിരിഞ്ഞോ? അന്ന് ആ ടോയ്ലറ്റിന്റെ ക്ലോസറ്റ് മറിച്ചിട്ടില്ലേ? എന്റെ വീട്ടിലായിരുന്നു, മനസ്സിലായോ? ഫാന്റെ സ്വിച്ചും പൊട്ടിച്ചു പോന്നില്ലേ? അതെന്റെ വീട്ടിലായിരുന്നു, തിരിഞ്ഞോ എന്നിയാൾ ചോദിക്കും. അലാ ജിസ്രി ജഹന്നം, എവിടെ? സിറാത്ത് പാലത്തിന് മുകളിൽ വെച്ചാണ് ഇത്. ഇയാൾ എന്തൊക്കെയാണോ അതിക്രമങ്ങൾ ചെയ്തത് അതൊക്കെ ഇയാൾ ഓർമ്മപ്പെടുത്തും. അയാളെ, നീ ചെയ്തില്ലേ? എടോ ഞാനിത് പാടില്ല എന്ന് പറഞ്ഞപ്പോ നീ അന്ന് അടിയുണ്ടാക്കിയില്ലേ? അയാൾ ഇങ്ങനെ ചോദിക്കും. അറഫഹു ബിമാ ളലമ, ഞാൻ മാണിരുസ വന്നുകൊണ്ട് നിർത്തുകയാണ്. അറഫഹു ബിമാ ളലമ, അറഫഹു ബിമാ ളലമ, ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കണം നിങ്ങൾ. ഭാര്യ വീട്ടിലാന്ന് കരുതി ജോലിയല്ല വേറെ ആളുടെ നെഞ്ചത്ത് കുത്തി നമ്മളിങ്ങനെ സന്തോഷിക്കൽ എന്ത് ജോലിയാണ്? എന്നിട്ട് ഫമാ യബ്റഹുല്ലദീന ളലമൂ ബില്ലദീന ളലം ബില്ലദീന വമാ യബ്റഹുല്ലദീന ളലിമൂ ബില്ലദീന ളലമൂ. ഈ ആക്രമിക്കപ്പെട്ട ആളുകൾ നേരത്തെ കല്യാണത്തിന്റെ സദസ്സെന്ന് അവിടെ പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാവരും കൂടി ഇയാൾ ഒച്ചക്ക് നിർത്തിയിട്ട് പറഞ്ഞു, പുതിയാപ്പിൾ എങ്ങനെങ്കിലും വന്ന് പോയിക്കോട്ടെ, നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ആളുകളെ കൂടി ഇയാൾക്കെതിരായി. ആ സിറാത്ത് പാലത്തിൽ വെച്ച് ഈ റാഗിങ് നടത്തിയ ആളെ ഇയാളിങ്ങനെ പിടികൂടാൻ. എന്തായി ഫമായബ്റഹുല്ലദീന ളുലിമു അലല്ലദീന ബില്ലദീന ളലമു എന്നുള്ളതിന്റെ അർത്ഥമൊന്നും മലയാളത്തിൽ ഞാൻ പറഞ്ഞാൽ തിരിയില്ലേ? അത് അതിന്റെ അർത്ഥം തിരണമെങ്കിലും അതിന്റെ ആ സന്ദർഭം തിരണമെങ്കിലും അറബിയായി തന്നെ ജനിക്കണം. അങ്ങനെ ആക്രമിക്കപ്പെട്ട ആളുകളിതാ, റാഗിങ്ങിന് വിധേയമാക്കപ്പെട്ട ആളുകളിതാ, റാഗിങ്ങിന് വിധേയരാക്കിയ ആളുകൾ അങ്ങനെ പിടികൂടാൻ. എവിടുന്ന്? സിറാത്ത് പാലത്തിന്റെ മേൽ നിന്നാണ്. പള്ളിന്നല്ല, മഹല്ലെന്നല്ല, അങ്ങാടിന്നല്ല, താഴേക്ക് നോക്കുമ്പോൾ നരകമാണ്. അവന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പിടികൂടുന്നുട്ടോ. അവർ പിടിച്ചെടുക്കും
ഈ അക്രമം കാണിച്ചവന്റെ അവന്റെ കയ്യിൽ നിന്ന് ഇവർക്ക് കിട്ടാനുള്ള അതിക്രമങ്ങളുടെ അംശമെല്ലാം പിടിച്ചെടുക്കുന്നതാണ്. ഒരു നന്മയും ഈ തമ്മാടിയിൽ കാണുന്നില്ല എങ്കിൽ ഇവരുടെ തിന്മകൾ മുഴുവൻ അവർക്ക് വെച്ച് കെട്ടിക്കൊടുക്കുന്നതാണ്. മിഥിലമാ വലമോഹം, ഭൂമിയിൽ വെച്ച് ഇവരെ റാങ്കിങ് നടത്തിയ പോലെ തിരിഞ്ഞിര. എന്തൊരു ഹദീസ്! ഭൂമിയിൽ ഇവരെ റാഗിങ് നടത്തിയ പോലെ എന്ന് പറഞ്ഞാല്, ഭൂമിയിൽ ഇവർ ഈ റാഗിങ് നടത്തുമ്പോ ഈ വാപ്പക്കൊന്നും ഉണ്ടാൻ പറ്റൂല എന്ന് പഠിച്ചോൻ എന്റെ കുട്ടി എങ്ങനെങ്കിലും ഇറങ്ങിപ്പോയിക്കോട്ടെ എത്തിയിട്ട് ഇയാൾ മൗനം പാണിച്ചു നിന്നാ അപ്പ ആ പിതാവ് എങ്ങനെ പീഡനനായിരുന്നോ അതിനേക്കാൾ വലിയ പീഡനനായി നീ സിറാത്ത് പാലത്തിൽ നിൽക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഏറ്റവും നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലേക്ക് വലിച്ചെറിയപ്പെടും. ഈ കല്യാണത്തിലെ റാഗിങ്ങുകളും തമ്മാടിത്തരങ്ങളും നിർത്താൻ സമയമായി ഉമ്മത്തിന്. ചെറുപ്പക്കാരെ, ഞാൻ ഓർമ്മപ്പെടുത്താൻ നിങ്ങളോട്, നിങ്ങളിത് മനസ്സിലാക്കിയവരാണല്ലോ, ഇതിന്റെ ഗൗരവം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഹദീസുകൾ ഇനിയും നമുക്ക് പറയാനുണ്ടല്ലോ. പക്ഷേ നമ്മുടെ സദസ്സ് ഇന്ന് ദുആക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. റഹ്മത്തുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ വെളിച്ചം കണ്ട് ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഒറ്റ ആയത്ത് കൂടെ പറഞ്ഞിട്ട് ഒരുപാട് ഹദീസുകളും സംഭവങ്ങളും ഉദ്ധരിക്കാനുള്ള വിഷയമാണിത്. പക്ഷെ ഇന്ന് ദുആ പ്രധാന മാത്രമല്ല, കുറേ ദിവസം നമ്മളിങ്ങനെ വന്ന് വയൽ തന്നെ പറഞ്ഞ് വേണ്ട പിരിഞ്ഞു പോലാണല്ലോ. അതിനാണ് നമ്മൾ ഇന്ന് മാണിയൂർ ഉസ്താദ് അവരുകളെ വിളിച്ചു വരുത്തിയത്. മഹാനായ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ പൊട്ടിക്കറിഞ്ഞൊരു ദുആ ചെയ്യുന്ന ഒരു സദസ്സ് ഈ 8 ദിവസത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്നും ഉണ്ടാവണം. എല്ലാ കൊല്ലവും ഉസ്താദ് അവരുകൾ നമ്മുടെ കൂടെ ഈ സദസ്സിൽ പങ്കെടുക്കാറുള്ളതാണ്. അതിനാണ് ഇന്ന് മഹാനായ ഉസ്താദ് അവരുകൾ വന്നത്. അതുകൊണ്ട് ദുആക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നു. നമ്മൾ ദുആ ആഗ്രഹിച്ചു വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ സദസ്സിലേക്ക് ഒഴിവുള്ള സീറ്റിലേക്ക് കയറിയിരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദുആ പ്രധാനം. നാളെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വന്ധ്യത, പിതൃത്വം വിൽക്കപ്പെടാനുണ്ട് എന്നാണ്. മക്കളില്ലാത്ത ആരെങ്കിലുമൊക്കെ നിങ്ങളെ പരിചയത്തിലെങ്കിൽ നാളെ നിങ്ങൾ അവരെ കൂട്ടിയിട്ട് വരണമെന്ന് മാത്രമല്ല, നാളെ നിങ്ങൾ 8:30 എത്തണം. നാളെ വെള്ളിയാഴ്ച 8:30 എത്തിയാലേ നമുക്കൊരു 10 മണി 10:30 ആകുമ്പോൾ പിരിയാൻ കഴിയും. 8:30 മണിയാകുമ്പോഴേക്ക് എല്ലാവരും എത്തിച്ചേരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വളരെ കാലികമായി ഗൗരവമുള്ളൊരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. കാരണം വളരെ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു മേഖലയാണിത്. അതിന്റെ ഗൗരവങ്ങൾ എന്തൊക്കെയാണ്? ഇസ്ലാം എന്തു പറയുന്നു? വന്ധ്യതയ്ക്ക് ഇസ്ലാം പറയുന്ന, ഖുർആൻ പറയുന്ന പരിഹാരം എന്ത്? അതാണല്ലോ. ശാസ്ത്രം കുറെ പരിഹാരം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമും ഖുർആനും ദീനും പുണ്യനബിയും പറയുന്ന പരിഹാരങ്ങൾ എന്ത് എന്നുകൂടെ നമ്മൾ നാളെ ചർച്ച ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരൊറ്റ ആയത്ത് നിങ്ങളുടെ മനോമുഖരത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യൗമലാ യൻഫഉൽ ളാലിമീന മഅദിറതുഹും വലഹുമുൽ ലഅനതു വലഹും സ്വാഉദ്ദാർ. യൗമലാ യൻഫഉൽ ളാലിമീന മഅദിറതുഹും. അക്രമികൾക്ക് റാഗിങ് ചെയ്യുന്ന ആളുകൾ, കല്യാണ റാഗിന്റെ തലത്തൊട്ടപ്പന്മാർ, അവർ അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എതിർ പറയുന്ന, എന്താ പറയാ, പഠിച്ചോനെ അത് ഞങ്ങളൊരു ജോലിക്ക് ചെയ്തതാ, അതൊക്കെ ഇപ്പൊ അങ്ങനെ ഗൗരവാക്കാനുണ്ടോ? അള്ളാഹുവെ അതൊരു സന്തോഷത്തിന്റെ പേരിൽ ചെയ്തതല്ലേ, കല്യാണമാകുമ്പോൾ കുറച്ച് സന്തോഷമൊക്കെ വേണ്ടേ? അവർ പല എതിരുകളും പറയുന്നു. വലഹുമുൽ ലഅന വലഹും സ്വാഉദ്ദാർ. അവർ മഹ്ശറയിൽ വെച്ച് കടന്നു പോകുന്ന അവരുടെ വീടാണെങ്കിൽ ഏറ്റവും മോശമായ നരകത്തിലേക്കുമാണ് അവർ കടന്നു പോവുക എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മത്തുർ-റഹീമീനായ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളോട് നീ മാപ്പാക്കണേ റബ്ബേ, വന്നുപോയ തെറ്റുകൾക്ക് നീ പൊറുക്കണേ അല്ലാ. ഇദാ കതുറത് മിൻകദ്ദുനൂബു ഫദാവിഹാ ബിറഫ്ഇ യദിൻ ഫിൽ ലൈലി വല്ലൈലി മുദ്ലിമു
ولا تقنط من رحمة الله إنما قنوطك منها من خطاياك أعظم فرحمة للمسلمين كرامة ورحمته للمسلمين تكرما إذا كثرت منك الذنوب فدع بها. നമ്മൾ തെറ്റ് ചെയ്തു പോയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്താണ്? എന്നാൽ അല്ലാഹ് അതിനെ പൊറുപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്താ? രാത്രിയാകട്ടെ പകലാകട്ടെ, രാപ്പകൽ കേവലം തന്നെ അല്ലാഹുവിലേക്ക് പൊറുക്കൽ ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാനാണ് ഇതിനുള്ള. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നീ നാശമുറിയണ്ട. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നീ ആശമുറിയുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ്. അല്ലാഹു പുറത്തു തരും. അല്ലാഹു നന്മ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുക എന്നത് അല്ലാഹുവിന്റെ കറാമത്തിന്റെ ഭാഗമാണ്. ഔദാര്യത്തിന് അല്ലാഹുവിന്റെ ആദരവിന്റെ ഭാഗമാണത്. എന്നാൽ തെറ്റ് ചെയ്തു പോയ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുക. അതുകൊണ്ട് നമ്മുടെ സദസ്സ് ദുആയിലേക്ക് കടക്കാൻ പോവുകയാണ്. റഹമുർ-റഹീമീനായ അല്ലാഹുവേ, ഈ സദസ്സ് നീ ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞത് നീ കേൾക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ കേട്ടതും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. റഹമുർ-റഹീമീനായ അല്ലാഹുവേ, എല്ലാ ധർമ്മവും നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അധർമ്മത്തിനെതിരായി ആഞ്ഞടിക്കുന്ന അല്ലാഹുവേ, അധർമ്മത്തിനെതിരായി സന്ധിയില്ല സമരം ചെയ്യുന്ന ധർമ്മനിഷ്ഠയുള്ളവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഉമ്മത്തിന്റെ ആലിമീങ്ങൾക്ക് നീ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ഹക്കായി വെട്ടി തുറന്ന് പറയാനുള്ള തൗഫീഖും അവർക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ബാത്തുലിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചോനെ, ബാത്തുലിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഹക്കിന്റെ ഉലമാക്കളുടെ കൂടെ ഞങ്ങളെ നീ അടിയുറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. സമസ്തകളുടെ ജമിയത്തുൽ ഉലമായുടെ ഞങ്ങളുടെ മഹോന്നതരായ നേതാക്കൾക്ക് നീ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഇൽമ സമൂഹത്തിന് നാഫിയാക്കണേ റബ്ബേ. അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, ഞങ്ങൾക്ക് നാഫിയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, എത്രയോ വേദന ഉള്ളവർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നവരുടെ എല്ലാവരുടെ ഉദ്ദേശവും നീ നിറവേറ്റണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഹാനായ മാണി ഉസ്താദ് ദുആക്ക് നേതൃത്വം മാത്രമല്ല, നിങ്ങൾക്കൊക്കെ ഒരു സമ്മാനം ഉസ്താദ് തന്നെ തരും. മഹാനായ ഉസ്താദ് അവരുടെ വീട്ടിൽ വെച്ച് മന്ത്രിക്കുന്ന തേനിന്റെയും വെള്ളത്തിന്റെയൊക്കെ ഒരുപാട് ഗുണം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട്. ഞാൻ തന്നെ എന്നോട് ഇപ്പോൾ 2-3 ആളുകൾ വന്ന് പറഞ്ഞു, ഉസ്താദിന്റെ വെള്ളം. ഇപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ആ തിങ്കളാഴ്ച ഒരു സ്ത്രീ വന്ന് പറഞ്ഞിരുന്നു, പാലോട്ടുപള്ളിയുള്ള സ്ത്രീയാണ്. ആ സ്ത്രീയുടെ കുട്ടി ഹിഫ്ദിന് പഠിക്കുമ്പോൾ ശരീരത്തിൽ മുഴുവൻ വ്രണം വന്നു, ഒരു വല്ലാത്ത വ്രണം. മഹാനായ ഉസ്താദ് അവരുടെ അടുത്ത് പോയി വെള്ളം കുടിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, ആളുകൾ കാണുന്ന ഭാഗത്ത് കയ്യിന്റെയും മുഖത്തും ഒക്കെ പ്രധാന ഭാഗത്തുള്ളതൊക്കെ മാറിയിട്ടുണ്ട്, ഇപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞത് സുഖായിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിന് ശിഫുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. മഹാനായ ഉസ്താദ് അവர்கள் മന്ത്രിച്ച ഒരു തേന് ഉസ്താദിന്റെ കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരും എന്ന് പ്രത്യേകം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. കാര്യങ്ങളൊക്കെ ഉസ്താദ് തന്നെ നിങ്ങളോട് പറയും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം ഖുർആനിന്റെ ശിഫാ, അത് നല്ലവരിലൂടെയാകുമ്പോൾ ഉമ്മത്തിന് അള്ളാഹു പ്രദാനം ചെയ്യുന്നതിന്റെ ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു മഹാനവരകൾക്ക് ആരോഗ്യത്തോട് ദീർഘായുസ്സ് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ.